വചനം. പിതാവുമുത്തനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിൽ നിന്നും നീക്കം ചൊരിയപ്പെടുമാറാകട്ടെ. ആമേൻ. വന്യനായ രാജു ഡാനിയലച്ചൻ, പ്രിയ എബിനച്ചൻ, ഇന്നത്തെ ദിവസം ദൈവസന്നിധിയിൽ താണിരുന്നുകൊണ്ട് ഈ ഇടവകയുടെ പെരുന്നാളിൻ്റെ ആദ്യത്തെ ഒരുക്ക ദിവസത്തിൻ്റെ ധ്യാനത്തിനായിട്ട് കടന്നുകൂടിയിരിക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, കർത്തൃസന്നിധിയിൽ കാൽപാദത്തിൽ ഇരുന്നുകൊണ്ട് ദൈവവചനത്തെ ധ്യാനിക്കുന്നവരെ, ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ താല്പര്യപ്പെടുന്നവരെ, നിങ്ങൾ വിശ്വസിച്ചാലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാം, കർത്താവ് പ്രത്യേകം ശ്രദ്ധിക്കും. പീലിപ്പോസ് നഥനയേലിനെ വിളിച്ചുകൊണ്ട് വരികയായിരുന്നു. അടുത്തെത്താറായപ്പോൾ കർത്താവ് അവനെപ്പറ്റി പറഞ്ഞു, ഇവൻ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല. അപ്പോൾ നഥനയേൽ ചോദിച്ചു, നിനക്ക് എങ്ങനെയാണ് എന്നെ അറിയാവുന്നത്? മുമ്പ് കണ്ടിട്ടൊന്നുമില്ലല്ലോ, നമ്മൾ തമ്മിൽ പരിചയമൊന്നുമില്ലല്ലോ. അപ്പോൾ കർത്താവ് പറയുകയാണ്, നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു. അത്തിയുടെ കീഴിൽ യഹൂദന്മാർ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം മീഖ 4:4 പിന്നെ വേദപുസ്തകത്തിൽ പലയിടത്തും ഒളിഞ്ഞും തെളിഞ്ഞുമായിട്ട് കിടപ്പുണ്ട്. അത്തിയുടെ കീഴിൽ യഹൂദന്മാർ ചെയ്തുകൊണ്ടിരുന്നത് അവർ വിശ്രാമം കണ്ടെത്തുകയാണ്. വിശ്രാമം കണ്ടെത്തുക എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ മനസ്സിൽ കൂടി കടന്നു പോകുന്നത് വെറുതെ ചുമ്മാ ഇരുന്ന് വിശ്രമിക്കുക എന്നുള്ളതാണ്. എന്നാൽ അതല്ല. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവൾ വളരെ ഒരു പ്രതീക്ഷയിലാണ്. മശിഹ എന്ന് വരും, ഞങ്ങളെ രക്ഷകൻ എന്ന് ഞങ്ങൾക്ക് വേണ്ടി ഈ ഭൂമി ജാതനായിട്ട് ഞങ്ങളെ ഈ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കും എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിലാണ് എല്ലാ യഹൂദന്മാരും ഇരിക്കുന്നത്. അതുകൊണ്ട് അവർ ഒരു വിശ്രാമം കണ്ടെത്തിയാൽ അവർ എപ്പോഴും തിരുവെഴുത്തുകളെ ധ്യാനിച്ചുകൊണ്ടേ ഇരുന്നിരുന്നു. അപ്പോൾ അത്തിയുടെ കീഴിൽ അവർ പ്രധാനമായിട്ടും ചെയ്തുകൊണ്ടിരുന്നത് തിരുവെഴുത്തുകളെ അവർ ധ്യാനിക്കുമായിരുന്നു. അപ്പോൾ കർത്താവ് നഥനയേലിനെ നോക്കി പറയുകയാണ്, നീ അത്തിയുടെ കീഴിൽ ഇരുന്നപ്പോൾ തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു. അത്തിയുടെ കീഴിൽ നഥനയേൽ തിരുവെഴുത്തുകളെ ധ്യാനിക്കുമായിരുന്നു എന്നുള്ളതിന് മറ്റൊരു തെളിവൂടെ ഉണ്ട്. അതായത് കർത്താവിനോട് പറയുന്നുണ്ട്, നീ ഒരു വലിയ സംഗതി കാണും, ഇതിലും വലിയത് നീ കാണും. എന്താണ്? നമുക്ക് എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അക്കാര്യം പ്രതിപാദിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 48-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, നഥനയേൽ അവനോട്, എന്നെ എവിടെ വെച്ച് അറിയുമെന്ന് ചോദിച്ചതിന് പീലിപ്പോസ്, നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട് എന്ന് യേശു ഉത്തരം പറഞ്ഞു. നഥനയേൽ അവനോട്, റബ്ബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു. യേശു തമ്പുരാൻ അവനോട്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറഞ്ഞുകൊണ്ടാണോ നീ വിശ്വസിച്ചത്? അപ്പോൾ അച്ഛൻ വിശ്വാസത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. നമുക്ക് അതിലേക്കൊക്കെ വരാം. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പൊതുവായിട്ട് ചിന്തിക്കുവാനുണ്ട്. നീ വിശ്വസിച്ചത് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടാണോ? എന്നാൽ ഇതിനേക്കാൾ വലിയൊരു സംഗതി നീ കാണും. എന്താണ് ആ വലിയ സംഗതി? ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദേവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നീ കാണും. കർത്താവ് എന്താ അവിടെ പറയുന്നത്? സൂക്ഷ്മമായിട്ട് നമ്മൾ വചനത്തെ കാണുമ്പോഴേ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന അർത്ഥം നമുക്ക് പിടികിട്ടത്തുള്ളൂ. ഇതിലും വലിയത് നീ കാണും എന്ന് പറഞ്ഞാൽ നഥനയേൽ എന്തോ
ചെറുത് കണ്ടിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ ചെറുത് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കർത്താവ് ഏത് കാര്യമാണ് വലുത് എന്ന് പറഞ്ഞത് നോക്കിയിട്ട് അതിൻ്റെ ചെറുത് ഇതിനകത്തുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം. അതുകൊണ്ടാണ് യെശയ്യാവിന്റെ പുസ്തകം 34 അധ്യായം 16 വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവീൻ, അതിലൊന്നും കാണാതിരിക്കില്ല, അതിലൊന്നിനും ഇണ കിട്ടാതെ ഇരിക്കില്ല. കർത്താവിൻ്റെ ആത്മാവ് അത്രേ അതിനെ കൂട്ടിവരുത്തിയിരിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം ഇണവാക്യങ്ങളുണ്ട്. അത് നമുക്ക് പരിശുദ്ധാത്മാവ് ദിനം പ്രതി പറഞ്ഞു തരേണ്ടതാണ്. അതാണ് നമ്മുടെ കുഞ്ഞെന്ന് പറഞ്ഞാൽ വേദപുസ്തക വചന ധ്യാനവുമായിട്ട് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തെ പടുത്തുയർത്തിയാൽ കർത്താവ് ഇതിനകത്തെ മർമ്മങ്ങളെ പറഞ്ഞു തരും, രഹസ്യങ്ങൾ. ഇത് നമുക്ക് പൊതുവെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതായത് ഇതിനകത്ത് അന്വേഷിച്ച് വായിച്ചു നോക്കുമ്പോൾ ഇതിൽ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. അത് നമ്മൾ വെറുതെ വാക്കുകൾ കൊണ്ട് പറഞ്ഞാലൊന്നും മനസ്സിലാകത്തില്ല. അതിനോട് ദാഹത്തോടെ അന്വേഷിക്കണം. ഇപ്പോൾ ഇതെല്ലാം സുലഭമായിട്ടുണ്ടല്ലേ. ആമോസിന്റെ പുസ്തകം 8 അധ്യായത്തിൽ ഇപ്രകാരം ഒരു വചനമുണ്ട്, 16 വാക്യമാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനത്തിനായിട്ടുള്ള വിശപ്പ് തന്നെ ദേശത്തിലേക്ക് അയക്കുമെന്നൊരു കാലം വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഇതെല്ലാം സുലഭമായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കിതിനത്ര പ്രാധാന്യം തോന്നാത്തത്. ഇതില്ലാതെ വരുമ്പോഴാണ് ഇതിനോടുള്ള ദാഹം വരികയും അന്ന് നിങ്ങൾക്കത് കിട്ടുകയുമില്ല. ഇപ്പോൾ നമുക്ക് ആരാധനയുണ്ട്, പ്രാർത്ഥനകളുണ്ട്, ധ്യാനയോഗങ്ങളുണ്ട്, വിശുദ്ധ കുർബാനയുണ്ട്, വചനം കയ്യിലുമുണ്ട്. നമുക്കിതൊന്നും ഇല്ലാതെ വരും എന്നുള്ളൊരു കാലം വരത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് ഉള്ള സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇവിടെ നഥനയേൽ പറയുകയാണ്, നീ എപ്പോഴാണ് എന്നെ കണ്ടത്? കർത്താവ് പറഞ്ഞു, നീ വലിയൊരു കാഴ്ച കാണും, സ്വർഗം തുറന്നിരിക്കുന്നത്, മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നീ കാണും. കയറുകയും ഇറങ്ങുകയും, ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നീ കാണും എന്ന് നഥനയേലിനോട് പറഞ്ഞത് എന്തോ ഒരു വലിയ സംഗതിയായിട്ടാണ്. അപ്പോൾ നഥനയേൽ കണ്ടതിനേക്കാൾ വലിയ സംഗതി ഇതാണ്. അപ്പോൾ നഥനയേൽ കണ്ടത് എന്തായിരിക്കും? വേദപുസ്തകത്തിൽ ദൈവദൂതന്മാർ കയറി ഇറങ്ങിയിരിക്കുന്ന എന്തെങ്കിലും കാര്യം നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടോ? ആർക്കെങ്കിലും പറയാമോ? എന്താണ്? യാക്കോബ് ഒരു ദർശനം കാണുകയാണ്. ഉദയത്തിങ്കൽ ഉണർന്നപ്പോൾ യാക്കോബ് അത്ഭുതം വീക്ഷിച്ചു. ധരമേൽ നാട്ടിയ ഗോവണി തൻ അഗ്രം വാനിലൊരുമുന്നു. ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ, ഒരു ഗീതമാണത്. വാനോരീറേ ദൂതന്മാർ അതിലൂടെ ഏറിപ്പോകുന്നു. ഈ കാര്യമാണ് നഥനയേൽ വായിച്ചുകൊണ്ടിരുന്നത്. അത് കർത്താവ് മുന്നമേ അറിഞ്ഞിട്ട് കർത്താവ് നഥനയേലിനോട് പറയുകയാണ്, ഇതിലും വലിയത് നീ കാണും. ആ വലുത് ഇപ്രകാരമായിരിക്കും. എങ്ങനെയാണ്? സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നീ കാണും. അപ്പോൾ ദൈവവചനവുമായിട്ടുള്ള ബന്ധത്തിന്റെ ശ്രേഷ്ഠതയാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. നമുക്കറിഞ്ഞോ അറിയാതെയോ ഒക്കെ പൊതുവെ ഭീകരമായ മൂല്യച്യുതി നമുക്ക് വചനത്തിനോടും ആരാധനയോടും വന്നിരിക്കുകയാണ്. നമ്മുടെ ഈ ആത്മീകർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് ഒരു ആത്മീകൻ? നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ആത്മീകരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കണം നമ്മൾ ആത്മീകരാണെന്ന്. പക്ഷേ എന്താണ് ഈ ആത്മീയത? ഇത് താഴോട്ട് പോയിട്ട് ഇപ്പോൾ പൊതുവെ ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഭാസ്നേഹം ആണെന്ന് മാത്രം വിചാരിച്ചിരിക്കുകയാണ്. അത് വേണം, സഭയോട് സ്നേഹം വേണം, കൂറ് വേണം, എല്ലാം ഉണ്ടായിരിക്കെ നമ്മൾ ചില സത്തകൾ വിട്ടുകളഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. ഇതിനകത്തെ സത്ത എന്താണ്? ഞാനിപ്പോൾ ആലോചിക്കുകയായിരുന്നു, പൊതുവെ ധ്യാനം, പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു മടുപ്പാണ്. ഞാൻ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ ഒരു പള്ളിയിലൊരു ഇതുപോലൊരു അതൊരു കൺവെൻഷൻ പോലെയായിരുന്നു, പ്രസംഗത്തിന് പോയി. അതൊരു ശനിയാഴ്ച സന്ധ്യയാണ്. ഞാൻ 5 മണിയായപ്പോൾ ആ ദേവാലയത്തിൽ ചെന്നു. ഏകദേശം
300 വീട്ടുകാരുള്ള ആ പള്ളിയിൽ 200-250 പേർ ആ സമയത്ത് ആ പള്ളിയിലുണ്ട്. പെരുന്നാളാണ്. എനിക്ക് വലിയ സന്തോഷം തോന്നി. 250 പേരോളം വന്നിട്ടുണ്ട്. അവിടെ പല കാര്യങ്ങൾ അവർ ഓടി നടന്ന് ചെയ്യുകയാണ്. 6 മണിയായപ്പോൾ സന്ധ്യാനമസ്കാരത്തിന് ബെല്ലടിച്ചു. 7 പേരാണ് പള്ളിയിലുണ്ടായിരുന്നത്. 7 പേർ. 250 ആൾക്കാരോളം ആ പരിസരത്ത് ചുറ്റും ഉണ്ടായിരുന്നു. 7 പേരാണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ പ്രാധാന്യം കൊടുക്കുന്നത്? നമ്മൾ ചിന്തിക്കണ്ടേ? ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യത്തിന് പ്രാധാന്യമില്ലാതെ നമ്മൾ പുറംചട്ടകൾക്ക് വേണ്ടി ഓടി നടക്കുകയാണ്. ഞാൻ നിങ്ങളെ ഒരു വാക്യം പരിചയപ്പെടുത്താം. യെശയ്യാവിൻ്റെ പുസ്തകം 30-ാം അധ്യായം 15-ാം വാക്യം വായിക്കാമോ? വേദപുസ്തകം കൊണ്ടുവന്നിട്ടുള്ളവർ വായിക്കുക. ആരെങ്കിലും ഒന്ന് ഉറച്ചു വായിച്ചാൽ സന്തോഷമായിരിക്കും. യെശയ്യാവിൻ്റെ പുസ്തകം 30-ാം അധ്യായം 15-ാം വാക്യം. യെശയ്യാവിൻ്റെ പുസ്തകം 30:15 വായിക്കുന്നത്. ഇസ്രായേലിന്റെ പരിശുദ്ധനായി യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്തു, മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം. എങ്കിലും നിങ്ങൾക്ക് മനസ്സാകാതെ, അല്ല, ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടിപ്പോകുമെന്ന് നിങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഓടിപ്പോകേണ്ടി വരും. ഞങ്ങൾ തുരകങ്ങളിൽ മേൽ കയറിപ്പോകും എന്നും പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളെ പിന്തുടരുന്നവരും വേഗതയുള്ളവരായിരിക്കും. വല്ല മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല. അപ്പോൾ നമുക്കിതൊന്ന് അപഗ്രഥിക്കാം. അത് മനസ്സിലാക്കുന്നതാണ് ഞങ്ങളിവിടെ ഉള്ളത്. നിങ്ങൾ പേടിക്കണ്ട. മനസ്സിലായെന്ന് ചോദിച്ചപ്പോൾ അയ്യോ മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കാനല്ല. പൊരുൾ തിരിച്ചു കൊടുക്കണം. എസ്രാ പുരോഹിതൻ ചെയ്ത പോലെ പൊരുൾ തിരിച്ചു കൊടുക്കണം. പക്ഷെ പൊരുൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീടുണ്ടായ ഒരു കാര്യം ഉണ്ടായിരുന്നു അവിടെ. എവിടെ? എസ്രാ പുരോഹിതൻ ദേവാലയമണി സമയത്ത് ന്യായപ്രമാണം കണ്ടെത്തി അവർക്ക് ന്യായപ്രമാണം വായിച്ചു കൊടുത്തു. പിന്നീട് പൊരുൾ തിരിച്ചു കൊടുത്തു. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ അത് എഴുതിയിരിക്കുന്നത് 8-ാം അധ്യായത്തിൽ. പൊരുൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ജനം ഒന്നടങ്കം മാനസാന്തരപ്പെട്ട് കരഞ്ഞു എന്നാണ് പറയുന്നത്. ഈ പരിപാടി നമുക്ക് ഉണ്ടാവുന്നില്ല. നമ്മൾ വചനം കേൾക്കുന്നുണ്ട്, കേട്ടിട്ട് അതുപോലെ നമ്മുടെ ഉള്ളിൽ സംഗ്രഹിക്കാതെ അത് എവിടെയോ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. വഴിയരികെ വീണ പോലെയോ പാറപ്പുറത്ത് വീണതുപോലെയോ മുള്ളിൻ്റെ ഇടയിൽ വീണതുപോലെയോ ഒക്കെ ആയിട്ട് അങ്ങ് പോവുകയാണ്. നല്ല നിലത്ത് വീഴുന്നില്ല. നല്ല നിലത്ത് വീണാലേ അവിടെ കർത്താവ് ജനിക്കുകയുള്ളൂ. നല്ല നീലം തുല്യം അറിയാം. എന്താണ് കൈക്കൊണ്ടത്? വചനമാണ് ഉള്ളിൽ കൈക്കൊണ്ടത്. ഉള്ളിൽ കൈക്കൊണ്ടപ്പോൾ നല്ല നിലത്ത് വീണപ്പോൾ അത് കർത്താവായിട്ട് ജനിച്ചു. അപ്പോൾ ഈ വചനം കേൾക്കുന്നവർ ദൈവത്തിന്റെ വചനമാണ്. ഇപ്പോൾ അച്ഛൻ സൂചിപ്പിച്ചു, ദൈവവചനമാണത്. ഉള്ളിലേക്ക് കയറി അവിടെ സംഗ്രഹിക്കപ്പെടണം. അത് വിത്തായിട്ട് അവിടെ കിടക്കണം. അപ്പോൾ ഇവിടെ യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. കുറച്ചു നേരം ധ്യാനാത്മകമായി കർത്തൃസന്നിധിയിൽ വിശ്രമിക്കണം. വിശ്രമം എന്താണെന്ന് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു. എന്താണ് ഈ വചനം എടുത്ത് വായിക്കുക അല്ലെ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കർത്താവിനോട് കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. ഇത് പുസ്തകം വായിച്ചു തീർക്കുക എന്നുള്ളതല്ല. ഇപ്പൊ വേദപുസ്തകം മുഴുവൻ കാണാതറിയാവുന്നവരുണ്ട് കേട്ടോ. പക്ഷെ ഒരു കാര്യമില്ല, അങ്ങനെ കാണാതറിയുക എന്നുള്ളതല്ല. ഇത് നമ്മുടെ ഉള്ളിൽ സംഗ്രഹിക്കപ്പെടുക എന്നുള്ളതാണ്. ഈ വചനം ഉള്ളിലായി കഴിയുമ്പോഴാണ് നമുക്ക് ശക്തി കിട്ടത്തുള്ളൂ. പാപത്തെ ജയിക്കുവാനുള്ള ശക്തി അത് കിട്ടണം. അതിന് അടങ്ങിയിരിക്കണം. അടങ്ങിയിരുന്നാലേ അത് കയറത്തുള്ളൂ. മറിയയോട് കർത്താവ് പറഞ്ഞു, നീ ഇവിടെ ഇരിക്കും. മാർത്തയോടും പറഞ്ഞു, നീ ഇവിടെ ഇരിക്കും. മാർത്ത ഇങ്ങനെ പല കാര്യങ്ങളിൽ ഓടി നടക്കാൻ തുടങ്ങി. നീ ഇപ്പം ഇവിടെ ഇരിക്കും, എനിക്ക് വെള്ളവും കഞ്ഞിയും ഒക്കെ പിന്നെ തരാം. ഇപ്പം എനിക്ക് കുറച്ച് കാര്യം നിന്റെ അടുത്ത് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ പറഞ്ഞു തരുവാനുണ്ട്. അത് മറിയ കേട്ടിരുന്നു. മറിയ അത് കേട്ടിരുന്നു. അത് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം വായിക്കുമ്പോൾ മറിയയ്ക്ക് കിട്ടിയ ആ രഹസ്യപരമായ മർമ്മത്തിന്റെ വെളിവാകൽ അവിടെ നടത്തുന്നുണ്ട്. അത് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മനം തിരിഞ്ഞ് അടങ്ങിയിരിക്കണം.
എന്നാൽ നീ രക്ഷിക്കപ്പെടും. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലുമാണ് നിങ്ങളുടെ ബലം. ഇനി നിങ്ങൾ അടുത്ത വചനം കേട്ടോണം. എന്നാൽ നിങ്ങൾ മനസ്സാകാതെ അല്ല, ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടിപ്പോകും എന്ന് നിങ്ങൾ പറഞ്ഞു. ഇത് ദൈവം പറയുകയാണ്. എന്നാൽ നിങ്ങൾ അതിന് മനസ്സാകാതെ ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടിപ്പോകുമെന്ന് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഓടിപ്പോകും. ഞങ്ങൾ പെരുന്നാളുകളൊക്കെ നടത്തും, റാസ നടത്തും, വലിയ സൗണ്ട് സിസ്റ്റമൊക്കെ വാങ്ങിച്ചു വയ്ക്കും, തോരണങ്ങൾ വയ്ക്കും, വലിയ രീതിയിൽ കൊട്ടി ആഘോഷങ്ങളൊക്കെ നടത്തും. ഇതൊന്നും വേണ്ടെന്നല്ല, വേണം. പക്ഷെ അതിനു മുമ്പ് ഈ അടങ്ങിയിരിപ്പുണ്ട്. അതിനെന്താണ് നമുക്ക് തുനിയാൻ സാധിക്കാതെ പോകുന്നത്? കാരണം നമ്മൾ ഈ കാണിക്കുന്ന ആത്മീക ജീവിതത്തിൻ്റെ പവിത്രത ശരിയായ രീതിയിലല്ല ഇപ്പോൾ പോകുന്നത്. നമുക്ക് പുറമേയുള്ള മോടികളിലും ആർഭാടങ്ങളിലും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നതിലും മാത്രമായി നമ്മുടെ എല്ലാ കാര്യങ്ങളും അധപ്പതിച്ചു പോയിക്കൊണ്ടിരിക്കുക. ലോകം അധപ്പതിക്കുന്നതോടൊപ്പം നമ്മുടെ ആത്മീക ജീവിതവും അധപ്പതിക്കുക. ലോകം അധപ്പതിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഈ ലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നുവെന്ന് 1 യോഹന്നാൻ 3 അധ്യായത്തിലുണ്ട്. അതിനെതിരെ ഓടുവാൻ വേണ്ടി, ആ ദുഷ്ടലോകത്തിൽ ജീവിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. വള്ളം ഉണ്ടാക്കുന്നത് വെള്ളത്തിൽ കൂടി പോകുവാനാണ്, ആണല്ലോ. പക്ഷെ വെള്ളം വള്ളത്തിനകത്ത് കയറിയാലോ അത് കോരിക്കളഞ്ഞ് അതിൽ കൂടി തന്നെ അതിന് യാത്ര ചെയ്യണം, അല്ല കരയ്ക്കൂടെ പോകാനുള്ളതല്ലത്. ഈ ദുഷ്ടലോകത്തിൽ തന്നെയാണ് ദൈവമക്കളായ നമ്മളെ വിശുദ്ധരായി ജീവിക്കുവാൻ വേണ്ടി ദൈവം വിളിച്ചിരിക്കുന്നത്. ആ വിശുദ്ധി നേടുവാൻ ഞായറാഴ്ചത്തെ പള്ളിയിൽ പോക്കൊണ്ട് മാത്രം പറ്റില്ലിത്. വിശുദ്ധ കുർബാന അനുഭവം അതുകൊണ്ട് മാത്രം പറ്റില്ല. വിശുദ്ധ കുർബാന അനുഭവം വേണ്ടെന്നോ അതിനെ ഇകഴ്ത്തിയോ പറഞ്ഞതല്ല. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, വിശുദ്ധ കുർബാന അനുഭവിക്കാത്ത ആരുമില്ലല്ലോ. പക്ഷെ എന്ത് മാറ്റമാണ് നമുക്കുണ്ടായത്? അത് ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയല്ല. ഓരോ ദിവസവും വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളർന്നു വരേണ്ടവരാണ് നമ്മൾ. ഇന്ന് നീ വിശുദ്ധ കുർബാന അനുഭവിച്ചാൽ നാളെ ഇന്നത്തെ നീ ആയിരിക്കരുത്. അതിനെന്ത് വേണം? തീരുമാനം മാത്രം പോരാ, ശക്തി വേണം. ശക്തി എന്ത് വേണം? ശക്തി വേണം. അധികാരം കൊണ്ടായില്ല. അച്ഛൻ പറഞ്ഞില്ലേ, ഇപ്പോൾ എനിക്ക് സഭാപരമായി പരിശുദ്ധാത്മാവിനാൽ പുരോഹിതർക്ക് കൈമാറി തന്നിട്ടുള്ള ചില അധികാരങ്ങളുണ്ട്. നിങ്ങൾക്ക് മാമോദീസ മൂലം ലഭിച്ചിട്ടുള്ള സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നിങ്ങളെ നിറച്ചിട്ടുള്ള അധികാരങ്ങളുണ്ട്. ചില അധികാരങ്ങളുണ്ട്. അധികാരം ഉണ്ടായിട്ട് എന്താ കാര്യം? അധികാരം ഉണ്ടായിട്ട് കാര്യമല്ല. ലൂക്കോസ് 9 അധ്യായം 1 വാക്യം ഒന്ന് വായിക്കാവോ? ലൂക്കോസ് 9 അധ്യായം 1 വാക്യം. ലൂക്കോസ് 9 അധ്യായം 1 വാക്യം. പിന്നെ അവൻ അവരോട്, ലൂക്കോസ് 9:1, അവൻ പന്തിരുവരെ അടുക്കൽ വിളിച്ച് സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളുടെ മേലും അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. ഇത് രണ്ടും വേണം. ഇപ്പൊ എനിക്ക് വിശുദ്ധ കുർബാനയുള്ള അധികാരമുണ്ട്, നിങ്ങളുടെ തലയിൽ കൈവയ്ക്കുവാനുള്ള അധികാരമുണ്ട്. പക്ഷേ ശക്തിയില്ലെങ്കിൽ ഈ അധികാരം കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഈ അധികാരം കൊണ്ട് എനിക്ക് നിങ്ങളുടെ മേൽ ചില കാര്യങ്ങളൊക്കെ നിർവഹിക്കാം. പക്ഷെ ആത്മീകമായ വ്യാപാരത്തിന് എന്ത് വേണം? ശക്തി വേണം. എന്ത് ശക്തിയാണ്? പാപത്തെ തോൽപ്പിക്കുവാനുള്ള ശക്തി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ദൈവരാജ്യം ബലാത്കാരികൾ അവകാശമാക്കുന്നു. ഇത് തോൽപ്പിക്കുവാൻ ശക്തി വേണം. എന്നോടൊരുത്തൻ അസഭ്യവാക്കും പറഞ്ഞുകൊണ്ട് വരുന്നു. അവനോട് തിരിച്ചു പറയാൻ ശക്തിയൊന്നും വേണ്ട. അത് ശക്തിയല്ലത്, ശക്തി ഇല്ലായ്മയാണത്. പക്ഷേ അവനോട് കർത്താവ് പറഞ്ഞതുപോലെ ദൈവരാജ്യത്തിന്റെ നീതിയെ നിന്റെ ശരീരത്തിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ, എന്താണ് ദൈവരാജ്യത്തിന്റെ നീതി? സഹോദരനെ നിസാര എന്ന് വിളിക്കുവാൻ പാടില്ല. അവൻ നിന്നെ അങ്ങേ അറ്റത്തെ അസഭ്യമായിരിക്കും പറഞ്ഞത്, പക്ഷെ അവനെ തിരിച്ച് നിസാര എന്ന് പോലും വിളിക്കുവാൻ പാടില്ല എന്നുള്ള കർത്താവിന്റെ രാജ്യത്തിന്റെ നീതി നിന്റെ ശരീരത്തിൽ വരണമെന്നുണ്ടെങ്കിൽ
നിനക്ക് ശക്തി വേണം, ശക്തി. അത് വെറുതെ കിട്ടില്ല. അധികാരം സൗജന്യമാണ്. പരിശുദ്ധ മാമോദീസയിൽ കൂടി രക്ഷ എന്ന വലിയ ആ വാഗ്ദാനത്തിൽ കൂടി നിനക്ക് അധികാരങ്ങളുണ്ട്. ചുമ്മാത കിട്ടിയതാണ്, സൗജന്യമാണ്, വെറുതെ വന്നെടുത്തു. പക്ഷെ ശക്തി വെറുതെ കിട്ടില്ല, അതിന് വില കൊടുക്കണം. വെളിപാട് 3:18 വായിക്കാമോ? വെളിപാട് 3:18. നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും. മൈക്കെടുത്ത് വായിക്കാമോ സാറേ? നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ, എല്ലാവരും വായിച്ചു, നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വാങ്ങുവാൻ വിലയ്ക്ക് ചോദിച്ച് വാങ്ങണം. ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. അതായത് നീ സമ്പന്നനാകാന്ന് പറഞ്ഞാൽ ആത്മീയമായി നിനക്ക് സമ്പന്നത ലഭിക്കേണ്ടതിന്, സ്വർഗരാജ്യ നിമിത്തം സമ്പന്നനാകേണ്ടതിന് തീയിലൂതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് ചുമ്മാതെ കിട്ടത്തില്ല, വിലയ്ക്ക് ചോദിച്ചു വാങ്ങണം. എന്താണ് നിങ്ങൾ കൊടുക്കുന്ന വില? നിങ്ങൾ സന്ധ്യയാകുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കുവാനുള്ള സമയം ആയിട്ടുണ്ട്. ഞാനത് എൻ്റെ വിലയായിട്ട് കർത്താവിന് കൊടുക്കുവാൻ വേണ്ടി എന്ത് കാര്യം വന്നാലും നിങ്ങൾ പ്രൈവറ്റായിട്ട് അല്പസമയം കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാനുള്ള ആഗ്രഹം ഉണ്ടാവുന്നുണ്ടോ? എല്ലാവരുടെയും വിചാരം ഞായറാഴ്ച പള്ളി വന്ന് കുർബാന കണ്ടിട്ട് പൊതുയോഗത്തിൽ കുറെ ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ ആധ്യാത്മികതയായെന്നാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളൂ, ഒരു വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാനുള്ള നമ്മളുടേതായ വില കൊടുപ്പലാണ് അതിനു മുമ്പുള്ള 6 ദിവസത്തെ യാമപ്രാർത്ഥനകളുടെ പൂർത്തീകരണം. എന്തിനാണ് നമ്മൾ ദിവസവും രാവിലെയും വൈകിട്ടും ദൈവസന്നിധിയിലിരുന്ന് കർത്താവിനോട് ആ സാന്നിധ്യം ഉറപ്പാക്കി പ്രാർത്ഥനയിൽ ചെലവിടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളിൽ പങ്കാളികളാകുവാനുള്ള നമ്മളെ തന്നെയുള്ള ഒരുക്കമാണ്. നിങ്ങളിപ്പോൾ പെരുന്നാൾ നടത്തുന്നു. എനിക്ക് ഈ പള്ളിയിൽ ഞാൻ ആദ്യമായിട്ട് വരികയാണ്. ഇവിടെ അടുത്താണ് ഞാൻ താമസിക്കുന്നതെങ്കിൽ ഞാൻ ഈ ദേവാലയത്തിൽ ആദ്യമായിട്ട് കയറുകയാണ്. എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത് ഈ ദേവാലയത്തിൻ്റെ പേരാണ്. ഇമ്മാനുവൽ എന്ന നാമത്തിൽ, പത്രോസ് പൗലോസ്യന്മാരുടെ നാമത്തിൽ ഈ നടത്തുന്ന പെരുന്നാൾ മാതാവിൻ്റേത്. വളരെ മനോഹരമായിരിക്കുന്നത്. എല്ലാവരും സന്നിഹിതരാണല്ലോ. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, നമ്മൾ ഇതെല്ലാം അനുഷ്ഠിക്കുകയും നമ്മളിതെല്ലാം മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ കർത്തൃ സാന്നിധ്യത്തിലാണോ ഇതെല്ലാം ചെയ്യുന്നത്? അടങ്ങിയിരുന്നിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ ഈ നടത്തുന്നത് പെരുന്നാളിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. ആ ഒരുങ്ങാൻ ഇപ്പോൾ എത്ര പേരുണ്ട്? നമുക്കെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം ഇതിന് നമുക്ക് പ്രാധാന്യമില്ല. നമുക്കിതെല്ലാം നടത്താൻ വലിയ ആവേശമാണ്. പക്ഷെ പെരുന്നാൾ എങ്ങനെയാണ് നടത്തേണ്ടത്? ആഘോഷമായിട്ട് നടത്തേണ്ടതാണ് പെരുന്നാൾ. അങ്ങനെയാണെങ്കിൽ ദുഃഖവെള്ളിയാഴ്ച പെരുന്നാളാണോ? ആണോ? ആഘോഷമായിട്ട് നടത്തേണ്ടതാണോ ദുഃഖവെള്ളിയാഴ്ചത്തെ പെരുന്നാൾ? ദുഃഖവെള്ളിയാഴ്ച പെരുന്നാളാണ്, ആഘോഷമായിട്ട് നടത്തേണ്ടതാണോ? എൻ്റെ ചോദ്യമാണ്. ഒന്നും മിണ്ടുന്നില്ലല്ലോ. ദുഃഖവെള്ളിയാഴ്ച ആഘോഷമായിട്ട് നടത്തേണ്ടതാണോ? അല്ല എന്നും പറയുന്നു, ആണെന്നും ഒക്കെ പറയുന്നു. അല്ല എന്നാണ് കൂടുതൽ കേൾക്കുന്നത്. നിങ്ങളുടെ ചുണ്ടനങ്ങുന്നതനുസരിച്ച് എനിക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണ്. കുത്തിമുറിക്കും ശത്രുക്കളെ നിന്നാൽ ഞങ്ങൾ പറുദീസാമധ്യേ നട്ടോരേതൻ തന്നിലെ ജീവമരം. ഈ പാട്ടിങ്ങോട്ട് പാടി വന്നിട്ടേ, തന്നുടെ പൂജാ ദിവസത്തിൽ പാരും വാനും ഒരു മോദാൽ പെരുന്നാൾ ഘോഷിച്ചിടുന്നു നാമും ചേർന്നോതി. ആ പെരുന്നാൾ ഘോഷിക്കുകയാണ് അവിടെ പെരുന്നാൾ ഘോഷിക്കുക. പക്ഷെ അവർ ഘോഷിച്ചത് എങ്ങനെയാണ്? പിതാക്കന്മാർ അത് എഴുതിയിടുമ്പോൾ അവർ ഘോഷിച്ചത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിലാണ്. ആദ്യം അവിടെയാണ് ഇരിക്കുന്ന ശ്രദ്ധ. അത് കഴിഞ്ഞിട്ടേ ബാക്കി എല്ലാ കാര്യങ്ങളിലേക്കും വരാവും.
അത് നമ്മൾ വരികയല്ല. സത്യത്തിൽ നമ്മളൊരു പെരുന്നാൾ പരിശുദ്ധാത്മാവിൽ ആണ് കൊണ്ടാടുന്നതെങ്കിൽ ബാക്കി ക്രമീകരണങ്ങൾ പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്. ഞാനെന്താണ് പറഞ്ഞത്? നമ്മളൊരു പെരുന്നാൾ കൊണ്ടാടുന്നത് പരിശുദ്ധാത്മാവിലാണെങ്കിൽ ബാക്കി എല്ലാ ക്രമീകരണങ്ങളും നിങ്ങൾക്ക് ഒരു കുറവുമില്ലാതെ, ഈ ദേവാലയത്തിന് ഒരു അഭാവങ്ങളും ഇല്ലാതെ പരിശുദ്ധാത്മാവാണത് പൂർത്തീകരിച്ചു തരുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ്, എൻ്റെ വലം കൈ പരിശുദ്ധാത്മാവാണെന്ന് വിചാരിക്കുക. ആ പരിശുദ്ധാത്മാവാണ് നടത്തുന്നതെങ്കിൽ നിങ്ങളുടെ ഈ പെരുന്നാൾ, ഇത് നിങ്ങളുടെ പെരുന്നാളാണെന്ന് വിചാരിക്കുക, ഇങ്ങനെ നിൽക്കണം, ഇങ്ങനെ. മനസ്സിലായോ? പക്ഷേ ഇപ്പോൾ ഇതിങ്ങനല്ല, ഇങ്ങനെയാണ്. പരിശുദ്ധാത്മാവ് ഉണ്ടോ? ഉണ്ട്. ആരാധനയിൽ വരുന്നുണ്ടോ? ഉണ്ട്. ആരാധനയ്ക്കൊന്നും നമുക്ക് സമയമൊന്നുമില്ല. പക്ഷെ ബാക്കി കാര്യങ്ങളെല്ലാം വലിയ ആർഭാടമായിട്ട് നടത്തും. അവിടെയാണ് ഈ ഭിന്നതകളും അസൂയയും വഴക്കുകളും ഒക്കെ ഉണ്ടാകുന്നത്. വിശുദ്ധ കുർബാന അനുഭവിക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. എല്ലാ ദിവസവും അനുഭവിക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. എല്ലാ ഞായറാഴ്ച അനുഭവിക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. പക്ഷെ ഇപ്പോൾ ഉദ്യോഗത്തിനിരുന്നാൽ ബഹളമാണ്. കുമ്പസാരിച്ച് കുർബാന കൊണ്ടിട്ടല്ലേ പൊതുയോഗത്തിനിരിക്കുന്നത്? ആണോ? എന്തിനാണ് കുമ്പസാരിച്ച് കുർബാന കൊള്ളുന്നത്? പൊതുയോഗത്തിനിരിക്കാൻ. അതായത് കർത്താവിൻ്റെ മഹത്വം ഇറങ്ങിയ ആ വിശുദ്ധ സ്ഥലത്ത് ഞങ്ങളൊരു കാര്യം തീരുമാനിക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങൾ ഒത്തൊരുമിച്ച് കൂടുന്ന സമയത്ത് യാതൊരുവിധ അശുദ്ധി വ്യാപാരങ്ങളോ അസഭ്യ വാക്കുകളോ ഉണ്ടാകാതെ വണ്ണം ദൈവകൃപയിൽ അപ്പോസ്തല പ്രവൃത്തികളിൽ പറയുന്ന പോലെ അവരൊരു സിനഡ് കൂടി. അപ്പോൾ പറയാണ്, പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നി. ഇപ്പോൾ നമുക്കേ തോന്നുന്നുള്ളൂ. കാര്യം എന്താണ്? നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഈ പരിധിക്കകത്താക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വ്യാപാരങ്ങളെല്ലാം നടക്കുന്നുണ്ട്. എന്തുമാത്രമില്ല, ദൈവ ചൈതന്യം, മഹത്വമില്ല. മഹത്വം എവിടെയൊക്കെയോ നമുക്ക് ഭീകരമായ പരാജയങ്ങൾ സംഭവിച്ചിരിക്കുക. നിങ്ങൾ രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം എടുക്കാം. രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം. 1 രാജാക്കന്മാർ 8-ാം അധ്യായം. അവിടെ സംഭവിക്കുന്ന കാര്യം, ശലോമോൻ ദേവാലയം കൂദാശ ചെയ്യുകയാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ദേവാലയ കൂദാശയാണ്. യെരുശലേം ദേവാലയമൊക്കെ പണിഞ്ഞു, അദ്ദേഹം അത് കൂദാശ ചെയ്യുകയാണ്. കൂദാശ ചെയ്യുമ്പോൾ സംഭവിച്ച ഒരു കാര്യം നിങ്ങൾ 8-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം ഒന്ന് വായിക്കാമോ? 11-ാം വാക്യം. യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് മേഘനിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടത് നിൽപ്പാൻ പുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല. എന്താണ്? കൂദാശ ചെയ്യാണ്. അപ്പോൾ യഹോവയുടെ പെട്ടകം എടുത്തുകൊണ്ട് തിരശ്ശീലയ്ക്കകത്ത് കൊണ്ടുവച്ചു. ആർക്കും അതിനോട് സമീപിച്ചുകൂടാൻ, തൊടാൻ പറ്റില്ല, അടുത്തു വരാൻ പറ്റില്ല, ഭയമാണ്. ശുശ്രൂഷ തുടങ്ങി. യഹോവയുടെ തേജസ് ആലയത്തിൽ അങ്ങ് നിറഞ്ഞു. പഴയ നിയമകാലത്തെ, ശ്രദ്ധിച്ചോളാം ഞാൻ പറയുന്ന കാര്യം, പഴയ നിയമകാലത്തെ തേജസ് മേഘമായിട്ട് അവർക്ക് അവരുടെ ഈ പുറമേയുള്ള കണ്ണുകൾ കൊണ്ട് കാണുവാൻ സാധിക്കുമായിരുന്നു. ഞാനെന്താണ് പറഞ്ഞത്? പഴയ നിയമകാലത്തെ ദൈവത്തിന്റെ തേജസ് മേഘരൂപത്തിൽ അവർക്ക് അവരുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കുമായിരുന്നു. ഇവിടെ എനിക്കൊരു ചോദ്യമുണ്ട്. 2 കൊരിന്ത്യർ 3:7 വായിക്കാമോ? 2 കൊരിന്ത്യർ 3:7. എനിക്കൊത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾ ഒത്തിരി പേര് വേദോത്സവം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പലയിടത്തും പോകുമ്പോൾ വഴക്ക് പറയേണ്ടി വന്നിട്ടുണ്ട് ചിലയിടത്തൊക്കെ. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണത്തിന്റെ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകയില്ലയോ? ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സുള്ളതെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. വല്ലതും മനസ്സിലായോ? അപ്പോൾ ഇത് പഴയ നിയമത്തിലെ ആ ശുശ്രൂഷയും ഈ വിശുദ്ധ കുർബാനയുടെ തേജസ്സിന്റെ കാര്യം എവിടെ പൗലോസ്ലീഹ പറയുന്നത്? പഴയ നിയമത്തിൽ ശലോമോൻ വലിയൊരു ദേവാലയം പണിഞ്ഞിട്ട് അതിന്റെ കൂദാശ നടത്തിയപ്പോൾ
മേഘം ഇറങ്ങിയിട്ട് പുരോഹിതന്മാർക്ക് ആ മേഘത്തിന്റെ ആ തേജസ് നിമിത്തം അവിടെ ശുശ്രൂഷ ചെയ്യുവാൻ സാധിച്ചില്ല. ദൈവത്തിന്റെ തേജസ് ആയിരുന്നു അത്. എന്നിട്ട് പുതിയ നിയമത്തിൽ പറയുകയാണ്, കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണത്തിന്റെ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ് ഉള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ് ഉള്ളതാകില്ലയോ എന്ന്. എന്നിട്ട് എവിടെ? എന്റെ ചോദ്യം എവിടെയാണ്? എന്നിട്ട് എവിടെയെന്ന്? ആരാധനയിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോൾ സ്വയപരിശോധനയ്ക്കുള്ള ഒരു ചോദ്യം തരാൻ പോകുന്നത് കേട്ടോ. ആരാധനയിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോൾ ഈ തേജസ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? പഴയ നിയമത്തിലേക്കാൾ ശക്തമായ സാധനമായത്. തേജസ് എന്നുള്ള വാക്കിന്റെ ഹീബ്രു വാക്കിന് കാബോദ് എന്നാണ് പറയുന്നത്. എന്താണ് കാബോദ്? ഇത് കാബോദ് എന്ന് പറയാമോ? കാബോദ് പറഞ്ഞേ കേക്കട്ടെ. കാബോദ്, ഈ വാക്കിന്റെ അർത്ഥം വെയിറ്റ് എന്നാണ്. വെയിറ്റ്. നിങ്ങൾ ആരാധനയെ സംബന്ധിക്കുമ്പോൾ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ആചാര്യന്റെ കൈകളാൽ വയ്ക്കപ്പെടുന്ന ഈ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തുകൊണ്ടെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ പിതാവാം ദൈവത്തിന് അർപ്പിക്കുന്നു എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ ഏതെങ്കിലും ഭാഗത്തിലുമോ ഈ തേജസിന്റെ വെയിറ്റ് കയറി വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോഴെങ്കിലും നിങ്ങൾ ആ വെയിറ്റിലാണ് നിൽക്കുന്നത്. പക്ഷെ ഇത് തിരിച്ചറിയണം. ആ വെയിറ്റ് നമുക്കറിയാൻ വയ്യാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? വെയിറ്റ് ഉള്ളപ്പോഴും വെയിറ്റ് അറിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഒരു ഇരുമ്പ് കഷ്ണം വെള്ളത്തിനകത്തോട്ട് ഇട്ടിട്ട് നോക്കിയേ, അതിൻ്റെ വെയിറ്റ് അതിന് തന്നെ അറിയത്തില്ല, അത് ഫ്ലോട്ട് ചെയ്യും. നമ്മളതിനെ പൊക്കുവാൻ നോക്കിയാൽ അത് വെറുതെ പൊങ്ങി വരും. പക്ഷേ വായുവിൽ വെച്ച് പൊക്കാൻ നോക്കിയേ നമ്മളെ കൊണ്ട് സാധിക്കില്ല. ഒരു 50 കിലോ ഇരുമ്പ് കട്ട ഇവിടെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക, അത് പൊക്കാൻ നോക്കിയേ പൊങ്ങില്ല. അത് കടലിൽ കൊണ്ടിട്ടിട്ട് അല്ലെങ്കിൽ ഒരു വലിയ കായലിൽ കൊണ്ടിട്ടിട്ട് നമ്മുടെ അണിവിരൽ കൊണ്ട് പൊക്കാം. നിങ്ങൾ തേജസ്സിലാണ്, പക്ഷെ ആ തേജസ്സിന്റെ വെയിറ്റ് നിങ്ങൾ അറിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണെന്നറിയാമോ? ശക്തി ഇല്ല. നമ്മളെല്ലാം ഈ പുറമോടിയിൽ ഇങ്ങനെ ആഘോഷിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, വചന ധ്യാനമില്ല. ഇത് ജീവന്റെ വചനമാണെന്നുള്ള ബോധ്യമില്ല. അച്ഛൻ സൂചിപ്പിച്ചല്ലോ, നിങ്ങൾക്കറിയാം, ഞാനതൊരു ചെറിയൊരു സാക്ഷ്യമായിട്ട് പറയുന്നുള്ളതേ ഉള്ളൂ. ഞാനൊരു 10-12 കൊല്ലത്തോളം ഈ മ്യൂസിക്കിൽ ഭ്രാന്ത് പിടിച്ച് നടന്ന ഒരാളാണ്. ഒരുപാട് മ്യൂസിക് ചെയ്യുമായിരുന്നു. അത് തന്നെ, എനിക്ക് വേറൊരു ചിന്തയില്ല. എല്ലാം ദൈവപരമായ കാര്യങ്ങളും ആരാധനാപരമായ കാര്യങ്ങളും സങ്കീർത്തനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സഭയ്ക്ക് വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. ഒരുപാട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 10ഓളം സിംഫണീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. സെറാഫിൻ തിരുമേനിയുടെ നേതൃത്വത്തിൽ ബാംഗ്ലൂരിൽ തുടങ്ങിയ ഒരു യാത്രയാണ്. പിന്നെ അത് 2023 വരെ 20 വരെയാണ് പ്രധാനമായിട്ട് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ ചെയ്ത് നടന്നിട്ടുണ്ട്. നല്ല പ്രോഗ്രാമാണ്. എല്ലാവരും വന്ന് ജോൺ സാമുവൽ വെച്ചാൽ എന്തൊരു പ്രോഗ്രാമാണ്, സൂപ്പർ പ്രോഗ്രാമെന്നൊക്കെ പറയാമായിരുന്നു. പക്ഷേ എനിക്കൊരു സമയമായപ്പോൾ മനസ്സിലായി, അല്ലെങ്കിൽ ദൈവം അതിനെ അങ്ങനെ ഒരു കാര്യം മനസ്സിലാകത്തക്കവണ്ണം എന്നെ ഒരു തീച്ചുളയിൽ കൂടി കയറ്റിവിട്ടു. ഭീകരമായൊരു തീച്ചുള. 1-2 വർഷം ഞാൻ നിന്ന് കരഞ്ഞു. ആ സമയത്ത് പക്ഷേ എന്നെ തളർത്തിക്കളയാതെ ഈ വചനത്തിലേക്ക് തിരിയുവാൻ എനിക്കൊരു ഉൾബോധം തന്നു. ഞാനിതെടുത്ത് ഇതിൽ ആകർഷണം ഓരോ ദിവസവും വർദ്ധിച്ച് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവിടെയാണ് ജീവനിരിക്കുന്നത്. അന്ന് വരെയും വിശുദ്ധ കുർബാന ചൊല്ലുമ്പോൾ എവൻഗേലിയം വായിക്കുന്ന സമയത്ത് നമ്മളെല്ലാം പറയും, പുരോഹിതന്മാരെല്ലാം പറയും, പരിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിൻ്റെ ജീവനുള്ള വചനം. 10-12 കൊല്ലം ഇതിൻ്റെ ജീവനെ
ശരിക്കും അറിയാതെ പോയല്ലോ എന്നുള്ളൊരു വിഷമം ഇപ്പോഴും ഉണ്ട്. 10-12 കൊല്ലം മ്യൂസിക് ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് അനേകർ എൻ്റെ അടുക്കൽ വന്ന് മെയിൽ വഴി പറയുമായിരുന്നു, അച്ഛാ ഭയങ്കര പ്രോഗ്രാമാണ്, ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നു അച്ഛൻ? ഭയങ്കരമാണ്. ഓൾ ഗ്ലോറി വാസ് ടു മീ, എനിക്കായിരുന്നു. അത് കേട്ടോണ്ടാണ് ഞങ്ങൾ ഉറങ്ങുന്നത്. അത് ഞങ്ങൾക്ക് ആത്മീയ സന്തോഷം നൽകുന്നുണ്ട്. അപ്പോൾ ആത്മീയ സന്തോഷം നൽകുന്നുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര ശുശ്രൂഷയായിരുന്നല്ലോ. പക്ഷേ എൻ്റെ രക്ഷ എവിടെ? എനിക്കൊരു രക്ഷയുണ്ടായില്ല. അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ പഠിപ്പിച്ചു തരും നമ്മളെ പല കാര്യങ്ങൾ. അന്നേരമാണ് ഈ വചനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പരിശുദ്ധാത്മാവ് കാണിച്ചു തന്നൊരു വചനമാണ്, മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നീ രക്ഷിക്കപ്പെടും. ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം എല്ലാവരും. അങ്ങ് മേൽപ്പട്ടക്കാർ തുടങ്ങി, ചെമ്മാശൻ തുടങ്ങി, വിശ്വാസികൾ തുടങ്ങി, ശുശ്രൂഷകർ തുടങ്ങി എല്ലാവരും കേൾക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങൾക്ക് ബലം. എന്നാൽ നിങ്ങൾ എന്താണ് പറയുന്നത്? അല്ല, ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടിപ്പോകും, ഞാൻ സിംഫണിയൊക്കെ നടത്തും, ഇങ്ങനെ നടത്തും, എല്ലാം എൻഗേജ്ഡാണ്. സ്പിരിച്വൽ ആക്ടിവിറ്റി അല്ലേ? എൻഗേജ്ഡാണ്. നമ്മളിപ്പോൾ എല്ലാവരോടും പറയുന്ന കാര്യമല്ലേ? എൻഗേജ്ഡ് ആയിട്ടിരിക്കണം. ആധ്യാത്മികത അങ്ങനല്ല പറയുന്നത്. നിങ്ങൾ വിശ്രമിക്കണമെന്നാണ്. യു റിലാക്സ്. കർത്താവ് അങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നത്? മക്കളെ സമാധാനമായിട്ടിരിക്കും. അല്ല നിങ്ങൾ ഓടി നടക്കുക, അത് ഇത് ചെയ്യുന്നൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. നിങ്ങൾ വിശ്രമിക്കുമ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് അവൻ ഗൈഡൻസ് തരികയാണ് ചെയ്യുന്നത്. വിശ്രമിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കർത്തൃപാദത്തിൽ വിശ്രമിക്കുമ്പോൾ അവൻ തരുന്ന ഗൈഡൻസ് ആണ് എന്ത് ചെയ്യണമെന്നുള്ളത്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ ഓടി നടന്ന് അധ്വാനിച്ചിട്ട് ഇച്ചിരി സമയം വന്ന് ഇരുന്ന് കൊടുക്കും. കാരണം തീരുമാനങ്ങളെല്ലാം നമ്മൾ തന്നെ എല്ലാം പ്രവർത്തിക്കുന്നത്, അധ്വാനിക്കുന്നത്. അവസാനം എൻ്റെ ദൈവമേ ഇതാണല്ലോ എൻ്റെ ഗതി എന്നും പറഞ്ഞുകൊണ്ട് 10 മിനിറ്റ് അവിടെ വന്നിരുന്ന് കൊടുക്കും. അതല്ല കർത്താവ് പറയുന്നത്, ഇവിടെ ഇരിക്കും, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കും. ആത്മചെവികൾ നിങ്ങൾക്ക് തുറക്കപ്പെടും. ജീവന്റെ വചനം കയ്യിലെടുക്കണം. എന്നിട്ടേ ആരാധനയിൽ നിൽക്കാവൂ. ഇല്ലെങ്കിൽ ഈ ആരാധനയെ നിങ്ങൾക്ക് മനസ്സിലാവില്ല, വചനം ഇട്ട് കയറത്തുമില്ല. കാരണം ഈ വചനത്തെ തൊടാൻ പിശാച് സമ്മതിക്കത്തില്ല. അങ്ങനെയാണ് പിശാച് ടാർഗറ്റ് ചെയ്യുന്ന 2-3 സംഗതികളുണ്ട്. എന്താണെന്നറിയാം? 1, വചനത്തോട് അവജ്ഞയുണ്ടാക്കുക. 2, പുരോഹിതന്മാരെ വീഴിക്കുക. ഇത് 2 നടന്നാൽ ഒരു സഭ നശിക്കും. അതിനെന്താണ് ചെയ്യേണ്ടത്? സഭാമക്കൾ മോശയ്ക്ക് വേണ്ടി ഇസ്രായേൽ ജനം ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഒരു പുരോഹിതന് വിശുദ്ധ കുർബാന ചൊല്ലിക്കഴിഞ്ഞിട്ട് നിങ്ങളോട് പറഞ്ഞു വിടുന്നുണ്ട്, ഞാനോ ബലഹീനും ഭാവിയുമായ ദാസനാകുന്നു, നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും കൃപയും ലഭിപ്പാൻ സംഗതിയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോയി എന്നേക്കും, ഇന്നെന്ന് മാത്രമല്ല നാളെന്ന് മാത്രമല്ല, എന്നേക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും. ഈ പ്രാർത്ഥന ഇപ്പോൾ വിശ്വാസികൾ ചെയ്യുന്നില്ല. അതുകൊണ്ടെന്താണ്? പുരോഹിതന്മാർ വീണുപോവുകയാണ്. വീണു പോകുമ്പോൾ എല്ലാവരും കൂടെ എടുത്തിട്ട് വലിയ ആഘോഷമാണ്. നിങ്ങളുടെ റോൾ എന്താണ് നിങ്ങൾ ചെയ്യാഞ്ഞത്? പുരോഹിതന്മാർക്ക് ജനത്തിന്റെ പ്രാർത്ഥനയില്ലാതെ പുരോഹിത ശുശ്രൂഷ നിവർത്തിക്കുവാൻ സാധിക്കത്തേയില്ല. കാരണം ഇവർ നിൽക്കുന്നത് എവിടെയാണെന്നറിയാമോ? 2 എക്സ്ട്രീമിന്റെ ഇടയ്ക്കാണ്. ഏതാണ് ആ 2 എക്സ്ട്രീം? 1 മഹനീയതയുടെ മഹനീയത, വിശുദ്ധിതയുടെ വിശുദ്ധ ഒരു കയ്യിൽ കൈകാര്യം ചെയ്യുമ്പോൾ മറ്റേ കയ്യിൽ ലോകത്തിന്റെ അഴുക്കുചാലും കൂടെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇത് ചെറിയ പണിയല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ജനം പ്രാർത്ഥിക്കണം. പക്ഷെ ജനം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയാമോ? ജനം ലോക വ്യാപാരങ്ങളിൽ ഓടി നടക്കുകയാണ്. ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി പോകും എന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ പോകേണ്ടി വരും. നിങ്ങൾ തുരകങ്ങളിൽ മേൽ കയറി പോകുമെന്ന് പറഞ്ഞു. എന്താണ് തുരകം?
എസ്തേറിന്റെ പുസ്തകത്തിലും ശലോമോന്റെ കാലഘട്ടത്തിലുമൊക്കെ ഉള്ള ഒരു മൃഗവാഹനമാണ് തുരകം. എസ്തേറിന്റെ പുസ്തകത്തിലുണ്ട്, തുരകങ്ങളിൽ കയറിയാണ്. ശലോമോൻ തുരകങ്ങൾ ഉപയോഗിച്ചിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ പോകും, അത് നിനക്ക് വേണ്ടിയാണ് പോകുന്നത് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ പോകേണ്ടി വരും. സിംഫണി നടത്തിക്കോ, പരീക്ഷകൾ കെട്ടിക്കോ, ജൂബിലി നടത്തിക്കോ, എല്ലാം നടത്തിക്കോ. പക്ഷെ അതിൻ്റെ അടുത്ത വാക്കാണ് അല്ലെങ്കിൽ വചനമാണ് നിങ്ങളെ ഭയപ്പെടുത്തേണ്ടത്. എന്താണെന്നറിയാമോ? വായിക്കാമോ? അവിടെയാണ് ഞാൻ സ്റ്റക്കായിപ്പോയി. ഞാൻ കുറച്ചു നേരം ഇങ്ങനെ ഒന്ന് കണ്ണടച്ച് ആപ്പാടെ എനിക്ക് കുറച്ചു നേരം എൻ്റെ ബോധം അങ്ങ് പോയി. അത് വായിച്ചപ്പോൾ എന്താണ് അടുത്ത വചനം? യെശയ്യാവ് 30:15 അവസാനത്തെ വാക്യം. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങൾക്ക് ബലം, എങ്കിലും നിങ്ങൾ മനസ്സാകാതെ. അതായത് നമുക്ക് ഇപ്പൊ മനസ്സുള്ള എന്തിനൊക്കെയാ? മർത്തമ സമാജത്തിന്റെ അച്ചാറുണ്ടാക്കണം, പൊതുയോഗത്തിൽ എന്ത് തീരുമാനിക്കണം, ഇന്ന് അച്ഛനോട് എന്തെല്ലാം പറയണം. അച്ഛനും അപ്പം തലയിൽ നിന്ന് ആലോചിക്കും, അവൻ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് എന്ത് മറുപടി പറയാൻ പറ്റും? കർത്താവിനെ കാണാനൊന്നും അല്ല ദേവാലയത്തിൽ വരുന്നത്, ആണോ? എൻ്റെ കർത്താവിനെ കാണാൻ, അതാണോ നമ്മൾ ഉദ്ദേശം? അതോ പൊതുയോഗത്തിൽ എഴുന്നള്ളിക്കാനാണോ? സൺഡേ സ്കൂൾ അധ്യാപകർക്ക് കുഞ്ഞുങ്ങളെ മത്സരിപ്പിക്കാനുള്ള വ്യഗ്രതയാണോ? യൂത്ത് ലീഗുകാർക്ക് ക്രിസ്മസ് കരോളിന് ഇന്ന് എന്തെല്ലാം വീടുകളിൽ പോകണം, എന്തെല്ലാം കളക്ഷൻ കിട്ടണം, ഇതൊക്കെ ആലോചന. ഭരണസമിതിക്ക് പിന്നെ പറയേ വേണ്ട, അവർക്ക് പിന്നെ ആരാധന ഒരു വിഷയമേ അല്ല. കുർബാന പടിഞ്ഞാറോട്ട് എഴുന്നള്ളിക്കാൻ നേരം മാത്രം വന്ന് ഒന്ന് കൈകൂപ്പി എന്നിട്ട് പോകുന്ന അനേക ഭരണസമിതിക്കാരുണ്ട്. നിങ്ങളുടെ വികാരിയച്ഛന് ഇത് ചിലപ്പം പറയാൻ പറ്റില്ലെന്ന് വരും, എനിക്ക് പറയാം. അനേക ദേവാലയങ്ങളിൽ അങ്ങനെയാണ്. വിശുദ്ധ കുർബാന നടക്കുമ്പോൾ ഓഫീസ് തുറന്നിട്ട് അവിടെ ഇരിക്കും. എന്തുവാണ് ഇത്ര മലമറിക്കാൻ? ഇവിടെ കർത്താവിനെ എഴുന്നള്ളിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുതിരപ്പുറത്ത് പോകണം, അച്ഛാ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ക്രമീകരിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. ആരാധനയ്ക്ക് വന്നാൽ ഇതുവല്ല നടക്കൂ? അച്ഛൻ പറഞ്ഞില്ലേ, അവിടെ ചെല്ലുമ്പോൾ കണക്കെഴുതിയോന്നോ, എത്ര പള്ളിയിലെ ട്രസ്റ്റി ആയിരുന്നോ, എത്ര പള്ളിയിലെ വികാരി ആയിരുന്നോ, എത്ര ധ്യാനപ്രസംഗം നടത്തിയെന്നൊന്നും ചോദിക്കത്തില്ല. എത്ര ആത്മാവിനെ നീ കാരണം എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന്, ഈ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. നീ എൻ്റെ മഹത്വത്തെ പ്രതിഫലിപ്പിച്ചുവോ? ദേവാലയത്തിൽ മഹത്വം ഇറങ്ങി, അത് പ്രതിഫലിപ്പിച്ചുവോ? അപ്പോൾ ഇവിടെ യെശയ്യാവിന്റെ പുസ്തകത്തിൽ അവസാനത്തെ ആ ഭാഗത്ത് പറയുകയാണ്, നിങ്ങൾ കുതിരപ്പുറത്ത് കയറിയൊക്കെ ഓടിപ്പോവും, തുരങ്ങളിൽ കയറിയും പോവും, പക്ഷേ നിന്നെ പിന്തുടരുന്നവർ നിന്നേക്കാൾ വേഗതയുള്ളവരായിരിക്കും. എന്താ അതിൻ്റെ അർത്ഥം? ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. അതായത് നമ്മൾ ഈ ആത്മീയ വേലയ്ക്ക് ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെയധികം ഗൗരവമായിട്ട് കൈകാര്യം ചെയ്യണം. വേല എന്ന് പറയുന്നത്, നിങ്ങൾ വേലയ്ക്ക് ഇറങ്ങുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇത് പുരോഹിതന്മാരുടെ പണിയാണ്. എല്ലാ ദൈവമക്കളും സുവിശേഷ വേല ചെയ്യുന്നവരാണ്. മാമോദീസ നിങ്ങൾ മുങ്ങിയോ, നിങ്ങൾ സുവിശേഷകരാണ്. സുവിശേഷകർ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നമ്മുടെ പൊതുവേ ധാരണ സുവിശേഷകർ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ പോയി പ്രസംഗിക്കുക എന്നാണ്. അതല്ല. സുവിശേഷം നീ ദൈവമഹത്വം നിന്റെ വിശുദ്ധ ജീവിതത്തിൽ കൂടി പ്രതിഫലിപ്പിക്കുന്നതാണ് സുവിശേഷം. വീട്ടിൽ വേലയ്ക്ക് വരുന്ന സ്ത്രീയോട് അവിടുത്തെ വീട്ടമ്മ കർത്താവിൻ്റെ സ്വഭാവം കാണിക്കുമ്പോൾ നീ ചെയ്യുന്നത് സുവിശേഷമാണ്. അതാണ് സുവിശേഷം. അപ്പോൾ ഇങ്ങനെ സുവിശേഷ വേലയിൽ നമ്മൾ ആദ്യമൊക്കെ നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ പിശാച് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, നിന്നെ മടുപ്പിക്കും, ആത്മീയ വേല മടുപ്പിക്കും. അതുകൊണ്ടല്ലേ ഇപ്പോഴത്തെ പിള്ളേരോടൊക്കെ ചോദിച്ചു നോക്കി, വിശ്വാസം എന്ന് പറയുന്നത് ഒരു 3rd ഗ്രേഡ് സാധനമായിട്ട് കാണുകയാണ്. കാരണം ഇവർക്കിതെല്ലാം മടുപ്പാണ്. പുരോഹിതന്മാരാണെങ്കിലും പട്ടകേറ്റൊക്കെ വരുന്ന സമയത്ത് വലിയ ആവേശമൊക്കെ ആയിരിക്കും.
ആ ആവേശത്തെ പിശാച് മടുപ്പിക്കും. എന്നാൽ ചിലർ ഈ മടുപ്പിനെ വകവയ്ക്കാതെ ആത്മീയവേല എന്ന് തോന്നിക്കുമാറുള്ള ആക്ടിവിറ്റീസിലേക്ക് ഇടപെടും. അതാണ് പള്ളി പണി, പാരീഷ് ഹോൾ പണി, ആ പണി, ഈ പണി, സിംപണി, ഇങ്ങനെ നടക്കും. ഇതെല്ലാം ആത്മീയവേലയാണെന്ന് നമുക്ക് തോന്നും. അതെന്താ പരിപാടി എന്നറിയാമോ? നീ മടുക്കുന്നില്ലെങ്കിൽ നിന്നെ പിറകിൽ നിന്ന് തള്ളും, മുമ്പോട്ട് തള്ളും. നീ അത് ചെയ്യടാ, ഇത് ചെയ്യടാ, അത് പോയി ചെയ്, ഇത് ചെയ്, അങ്ങനെ നിൽക്കും. ആത്മീയവേല മാത്രം നടക്കില്ല. ആത്മീയവേല നടക്കില്ല. ഇത് നമ്മൾ അറിയത്തില്ല. ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ മനം തിരിഞ്ഞ് അടങ്ങി കർത്താവിൻ്റെ അടുത്തിരുന്ന് വിശ്രമിക്കണം. നിങ്ങളൊരു തീരുമാനം എടുക്കണം. എല്ലാ ദിവസവും മിനിമമാണ് കേട്ടോ, 1/2 മണിക്കൂർ ഈ പുസ്തകത്തിൻ്റെ മുമ്പിൽ ചെലവഴിക്കണം, കാലത്തും വൈകിട്ടും. ദാവീദ് പറയാണ്, തിരുവചനങ്ങളെ ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണ്, ബാക്കി പറയാമോ, യാമങ്ങളെ നോക്കിയിരിക്കുന്നു. ഒരു രാജാവാണ്. രാജാവിനില്ലാത്ത ഉത്തരവാദിത്വമൊന്നും നമുക്കില്ല, രാജാവില്ലാത്ത തിരക്കും നമുക്കില്ല. ആ രാജാവ് ഇതൊന്ന് വായിക്കാൻ എനിക്ക് സമയമില്ലല്ലോ എങ്കിലും അവൻ വൈകിട്ടാകുവാനായിട്ട്, സായങ്കാലമാകുവാനായിട്ട് നോക്കിയിരിക്കുകയാണ്. എന്തിനാണ്? തിരുവചനങ്ങളെ ധ്യാനിക്കണം. അങ്ങനെ ധ്യാനിക്കണമെന്ന് നമുക്കൊരു ദാഹം വരണമെന്നുണ്ടെങ്കിൽ ഈ തിരുവചനത്തിനകത്തെ ജീവൻ നമ്മളിലേക്ക് കയറണം. ഞാൻ എപ്പോഴും പറയും, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ. ഉൽപ്പത്തി 1 മുതൽ വെളിപാട് 22 അധ്യായം വരെ ഓരോ അധ്യായത്തിലും ഒരാൾ ഇരിപ്പുണ്ട്. ആ ആളുടെ പേരാണ്, പറയാമോ? ഉൽപ്പത്തി 1 അധ്യായം മുതൽ വെളിപാടിൻ്റെ പുസ്തകം അവസാനം വരെ ഓരോ അധ്യായത്തിലും ഒരാൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ഒളിഞ്ഞിരിക്കുന്ന ആളെ നമ്മൾ സാറ്റ് കളിച്ച് കണ്ടുപിടിക്കേണ്ടി വരും. കണ്ടുപിടിച്ചാൽ എല്ലാ ദിവസവും കാലത്തും വൈകിട്ടും നീ ഈ സാറ്റ് കളിക്ക് ഇങ്ങനെ ആവേശത്തോടുകൂടി കാത്തിരിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അയ്യോ സാറ്റ് കളിക്കണമല്ലോ. എന്ത് സാറ്റാണ്? അവിടെ ഒളിഞ്ഞിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് യേശു ക്രിസ്തു. ഇത് ഈ പുസ്തകത്തിലല്ലാതെ ഈ ലോകത്തെ ഒരു മതഗ്രന്ഥത്തിനും ഒരു ഫിലോസഫിക്കൽ ടെസ്റ്റിനും തരുവാൻ സാധിക്കാത്ത ജീവന്റെ നാഥനായ യേശു ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. അത് വെളിവായി നിനക്ക് വരണമെന്നുണ്ടെങ്കിൽ അടങ്ങി കർത്താവിൻ്റെ കാൽപാദത്തെങ്കിൽ ഇരിക്കണം. ഇരിക്കാതെ സാധ്യമാവുകയില്ല. അല്ലെങ്കിൽ ഇവനിങ്ങനെ തെള്ളിക്കൊണ്ടിരിക്കും. രാവിലെ എണീച്ച് കഴിയുമ്പോൾ ഓഫീസിൽ പോകണമല്ലോ, പ്രാർത്ഥിക്കാൻ സമയമുണ്ട്. ഇന്ന് ഏത് വീട്ടിലാണ് പ്രാർത്ഥനയുള്ളത്? നിങ്ങൾ പറ. ഞങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഞാൻ, എന്നെ പോലെയുള്ളവർ, അച്ഛന് അത്രയും പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അച്ഛനൊരു ഇടവക ഏറ്റെടുത്ത് കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഞാൻ പലയിടത്ത് പോകുന്ന ആളാണ്, പല ദേശത്ത് പോകുന്ന ആളാണ്. അപ്പോൾ പല വീടുകളിൽ താമസിക്കാറുണ്ട്. ഒക്കെ പറയുമ്പോൾ ഇനി എന്നെ വീട്ടിൽ താമസിപ്പിക്കുമെന്നുള്ളതാണ് പ്രശ്നം. ഒരു വീട്ടിലും ഇന്നത്തെ കാലത്ത് വൈകിട്ട് പോലും പ്രാർത്ഥനയില്ല. എല്ലാവരും വന്ന് നമ്മളോട് പറയാണ്, അച്ഛാ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, വഴിതെറ്റാതിരിക്കാൻ പ്രാർത്ഥിക്കണമേ. എടാ നീ പ്രാർത്ഥിച്ചോ? നിനക്കെന്താണ് പ്രാർത്ഥനാ ജീവിതം ഇല്ലാത്തത്? വേദപുസ്തകമാനവിന് പറയേ വേണ്ട, ഇല്ല, പ്രാർത്ഥനയില്ലല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞാൻ സ്നേഹപൂർവ്വമായിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ എത്ര പേർക്ക് അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ എന്നുള്ള പ്രാർത്ഥന അറിയാം? മോറാനേശുശ എന്നുള്ള പ്രാർത്ഥന അറിയാം? കൗമ ചോദിക്കുന്നില്ല, അതുപോലും അറിയത്തില്ല. എനിക്ക് ലജ്ജയാണ് പറയാൻ. ശുദ്ധുള്ള പിതാവേ, ശുദ്ധുള്ള തിരുനാഥ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയാമോ? അറിയത്തില്ലെങ്കിൽ അവരുടെ കുഴപ്പമില്ല, ഉത്തരവാദി നീയാണ്. എന്തുകൊണ്ടാണ്? നീ വിചാരിക്കും നിനക്കറിയാമെന്ന്. എന്തുകൊണ്ടാണ് നിനക്കറിയാവുന്നത്? എന്തുകൊണ്ടാണ് അറിയാവുന്നത്? ഇത് കാണാതെ പഠിച്ചിട്ടാണോ? സൺഡേ സ്കൂളിൽ കാണാതെ പഠിച്ചിട്ടല്ല പ്രാർത്ഥന പഠിക്കേണ്ടതാണോ? ഇന്ന് സൺഡേ സ്കൂളിൽ എംപോസിഷൻ എഴുതി പ്രാർത്ഥന പഠിപ്പിക്കുക.
എനിക്ക് ഉറപ്പാണ്, 101% ഉറപ്പാണ്, ഒരു 50 വയസ്സിന് മേളിൽ ഇവിടെ ഇരിക്കുന്ന ആരും പ്രാർത്ഥന പഠിച്ചിട്ടുള്ളത് സൺഡേ സ്കൂളിൽ നിന്നല്ല. ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിക്കുമ്പോൾ പ്രാർത്ഥന പഠിപ്പിക്കത്തില്ലായിരുന്നു. എന്തിനാണ് പഠിപ്പിക്കുന്നത്? അറിയാവുന്നൊരു കാര്യം എന്തിനാണ് പഠിപ്പിക്കുന്നതെന്നേ? നമുക്കറിയാം പ്രാർത്ഥന. എങ്ങനെ അറിയാം? പറ. നിങ്ങൾ പറയുന്നുണ്ട്, പറ. വീട്ടിൽ പ്രാർത്ഥന നിർബന്ധമാണ്. ഭക്ഷണം പോലും തരത്തില്ല അല്ലെങ്കിൽ. എനിക്ക് 100% ഉറപ്പാണ്, ഒരാൾ പോലും ഇവിടെ പ്രാർത്ഥന പഠിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ നമുക്ക് കുടുംബ ആരാധനയിലെ നമസ്കാരക്രമങ്ങൾ അറിയാം. എങ്ങനെ അറിയാം? നമ്മൾ ദിവസവും ഇത് പാരായണം ചെയ്യുകയാണ്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയാണ്. വേദപുസ്തകവും അങ്ങനെയാണ് പഠിക്കേണ്ടത്. പഠിക്കുക എന്ന് പറഞ്ഞാൽ കർത്തൃസാമീപ്യം. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ദൈവമക്കളെ, അതിൻ്റെ ഒരു സന്തോഷം, ആനന്ദം, സർവ്വസംഗതിയും നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് ഏറ്റെടുക്കുകയാണ്. കർത്താവ്, എൻ്റെ കർത്താവ് എന്നൊരു തോന്നലാണ്. മർത്തോമാസ്ലിയായിക്ക് തോന്നിയ പോലെ, മക്കളക്കാരത്ത് മറിയ പറഞ്ഞതുപോലെ, എൻ്റെ കർത്താവ്, എൻ്റെ. അതിനാണ് ഈ ചോരബന്ധം. കർത്താവ് തൻ്റെ ശരീരവും രക്തവും നമുക്ക് തന്നു, എന്നിട്ടൊരു ബ്ലഡ് റിലേഷൻ ഉണ്ടാക്കി. നിങ്ങളുടെ മക്കളെ എൻ്റെ മക്കൾ എന്ന് നമുക്ക് തോന്നാറില്ലേ? എൻ്റെ മോൻ എന്ന് പറയുമ്പോൾ ആ എൻ്റെ എന്ന് പറയുന്നതിനകത്തൊരു പ്രത്യേകതയില്ലേ? എൻ്റെ കുഞ്ഞാണ്. അഭിമാനത്തോടെ പറയുമ്പോൾ എൻ്റെ കുഞ്ഞാണ്. ആ നിറവിൽ എൻ്റെ കർത്താവെ എന്ന് വിളിക്കാൻ പറ്റുന്നുണ്ടോ? അതോ തിരിശരീര രക്തങ്ങളൊക്കെ അനുഭവിച്ചിട്ട് പൊതുയോഗത്തിൽ വന്നിട്ട് അഭ്യാസ പ്രകടനമാണ്? ഇത് ആക്ടിവേറ്റ് ആവുന്നില്ല, പുതിയ മനുഷ്യനാവുന്നില്ല, പഴയ ആള് തന്നെ. ഓരോ പെരുന്നാൾ കൊണ്ടാടുമ്പോഴും, ഇപ്പോൾ മാതാവിന് പെരുന്നാൾ കൊണ്ടാടുന്നു, മാതാവിൻ്റെ ഏതെങ്കിലും ഒരു സവിശേഷത, ജീവിത ഗുണം നമുക്കുണ്ടാകുവാൻ വേണ്ടി നമ്മൾ ആ ഒരു ഉദ്ദേശത്തോടുകൂടി പെരുന്നാൾ നടത്തുന്നുണ്ടോ? അതോ പള്ളിയുടെ പ്രൗഢി കാണിക്കാനാണോ ഇതെല്ലാം നടത്തുന്നത്? ഇതിനെല്ലാം നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കണം, അവൻ്റെ സാന്നിധ്യം അറിയണം. യഹോവയുടെ തേജസ് കൊണ്ട് ആ ദേവാലയം നിറഞ്ഞെങ്കിൽ വിശുദ്ധ ആരാധനയിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാണ്. നിങ്ങൾ വന്നിരിക്കുന്നത് അങ്ങനെ ഒരു സ്ഥലത്താണ് എന്നുള്ള ബോധ്യം വചനത്തിൽ കൂടിയേ നമുക്ക് കിട്ടത്തുള്ളൂ. പഴയ നിയമകാലത്ത് ദൈവത്തോട് അടുക്കുവാൻ സാധിക്കില്ലായിരുന്നു. ഭയം. മോശയോട് പറഞ്ഞു, അടുത്തു വരരുത്. ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, പർവ്വതത്തെ തൊടരുത്. ഒരു മൃഗമെങ്കിലും പർവ്വതത്തെ തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം. നിങ്ങൾ എബ്രായർ എഴുതിയ ലേഖനം ഒന്ന് എടുക്കാമെങ്കിൽ അതിമനോഹരമായ ഒരു വാക്യം ഞാൻ കാണിച്ചു തരാം. എനിക്കത് വായിക്കുമ്പോൾ കോരിത്തിരിക്കും. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് പോവാം. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും, 12-ാം അധ്യായം 18-ാം വാക്യം, സ്ഥൂലമായതും പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങൾ എവിടെയാണ്? ശ്രദ്ധിച്ചോളണേ. തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലയോ നിങ്ങൾ വന്നു? അല്ലല്ല, ശ്രദ്ധിച്ചു വായിച്ചേ. അടുക്കലല്ലയോ എന്നാണോ? അടുക്കലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ശ്രദ്ധിച്ചു വായിക്കണം. നമുക്ക് ഇതിന്റെ മനോഹാരിത അറിയണമെന്നുണ്ടെങ്കിൽ ഇതെന്താണ് എഴുതിയിരിക്കുന്നത്? സ്ഥൂലമായതും തീ കത്തുന്നതും മേഘതമസ്, കൂരിരുട്ട്, അന്ധകാരം, കൊടുങ്കാറ്റ്, വാക്കുകളുടെ ശബ്ദം എന്നിവയുടെ അടുക്കലേക്കല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ഇതെന്തുവാ പറഞ്ഞിരിക്കുന്നത്? അതായത് പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം 12-ാം വാക്യത്തിലും ആവർത്തന പുസ്തകം 5-ന്റെ-21 ഒക്കെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ആ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ഇവർക്ക് താല്പര്യമില്ല. കാരണം ഇവരുടെ ചെവി ഇത് താങ്ങുന്നില്ല. ഞങ്ങളുടെ അടുത്ത് വരണ്ട, ഞങ്ങൾക്ക് ഈ ശബ്ദം കേൾക്കുവാൻ താല്പര്യമില്ല. നീ കേട്ടിട്ട് ഞങ്ങളോട് വന്ന് പറഞ്ഞാൽ മതി. മോശയോട് പറയാണ്, നീ കേട്ടിട്ട് ഞങ്ങളോട് വന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾക്കിത് താങ്ങത്തില്ല, ഭയമാകുന്നു. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതം, സീനായ പർവ്വതത്തിൽ തീ കത്തുന്നതുമാണ്. ജനം പേടിച്ചുപോയി. മേഘതമസ്, കൊടുങ്കാറ്റ്, കൂരിട്ട്, കാഹളനാദം, വാക്കുള്ള ശബ്ദം എന്നിവയുടെ അടുക്കലേക്കല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവരൊക്കെയും, താഴോട്ടുള്ള വചനമാണ്, ആ ശബ്ദം കേട്ടവരൊക്കെയും തങ്ങളോട് ഇനി ഒന്നും പറയരുതേ, നീ ഒരു വചനവും ഞങ്ങളോട് പറയരുതേ എന്നവർ പറഞ്ഞു. ഒരു മൃഗമെങ്കിലും പർവ്വതത്തെ തൊട്ടാൽ
അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ളത് പിന്നെ ആ കൽപ്പന അവർക്ക് അസഹനീയമായിരുന്നു. സഹിച്ചുകൂടാഞ്ഞു. സഹിച്ചുകൂടായിരുന്നു. ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നുവെന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. ഇത്രയും പറഞ്ഞു നിർത്തിയിട്ട് പൗലോസ്ലീഹ നമ്മളോട് പറയാണ്, പിന്നെയോ നിങ്ങൾ വന്നിരിക്കുന്നത് സിയോൻ പർവ്വതത്തിലേക്ക്. എന്ന് പറഞ്ഞാൽ ആന്തരിക സിയോൻ, ഈ പരിശുദ്ധ ബലിപീഠം, കർത്തൃ സാന്നിധ്യമുള്ള ഈ ഗോകുൽത്താ മലയിലേക്കും സിയോൻ പർവ്വതത്തിലേക്കും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലേക്കല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. അവിടെയാണ് വന്നിരിക്കുന്നത്. വല്ല ബോധമുണ്ടോ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ? അപ്പോൾ അതിന് നമ്മൾ എന്തുമാത്രം ഒരുങ്ങണം. ജീവന്റെ ബോധ്യമുള്ളവനെ അങ്ങനെ ഒരുങ്ങാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ദേവാലയത്തിൽ വരുന്നത് കർത്താവിനെ കാണാനല്ല, ദേവാലയത്തിൽ വരുന്നത് യേശുവിനെ കാണണം. എനിക്ക് കർത്താവിനെ കാണണം. ആ ഒരു ഉദ്ദേശമില്ലാതെ വരുന്ന എല്ലാവർക്കും ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. അത് കിട്ടത്തില്ലത്. റിസീവ് മോഡ് ട്യൂൺ ചെയ്ത് വെച്ചില്ലെങ്കിൽ അത് അതുവഴി അങ്ങ് പോകും. അപ്പോൾ ഈ അന്തരീക്ഷത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നമ്മൾ ഏതിനോട്ട് ട്യൂൺ ചെയ്യുന്നോ അതേ നമുക്ക് കിട്ടത്തുള്ളൂ. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം. എന്താണ് ഹാബേലിന്റെ രക്തവും കർത്താവിന്റെ രക്തവും തമ്മിലുള്ള വ്യത്യാസം പറയാമോ? സാമ്യം പറ, എന്നിട്ട് വ്യത്യാസം പറ. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ് കർത്താവിന്റെ രക്തം. ഹാബേലിന്റെ രക്തവും കർത്താവിന്റെ രക്തവും തമ്മിലുള്ള സാമ്യം എന്താണ്, വ്യത്യാസം എന്താണ് പറയാമോ? പറയുന്നവർക്ക് സമ്മാനമുണ്ട്. ഒരു സാമ്യം പറ. ഹാബേലിന്റെ രക്തവും കർത്താവിന്റെ രക്തവും തമ്മിലുള്ള ഒരു സാമ്യം പറ. ഹാബേല് കുഞ്ഞാടിന്റെ ബലി കഴിച്ചു എന്ന് പറയുമ്പോൾ കുഞ്ഞാടിന്റെ രക്തത്തിലേക്ക് പോകും. ഞാൻ ചോദിച്ചത്, ഹാബേല് ബലിയായി, എങ്ങനെ ബലിയായി? കായീന്റെ കയ്യാൽ ബലിയായി. അപ്പോൾ ആ രക്തത്തിന്റെ കാര്യമാണ് പറയുന്നത്. ആ രക്തവും കർത്താവിന്റെ രക്തവും തമ്മിലുള്ള സാമ്യവും വ്യത്യാസവും എന്താണ്? അതായത് ഇവിടെ സാമ്യം മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളെങ്കിൽ പൗലോസ്ലീഹായ്ക്ക് പറയുമായിരുന്നു, ഹാബേലിന്റെ രക്തത്തെ പോലെ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന് അടുക്കലേക്കല്ലോ നിങ്ങൾ വന്നിരിക്കുന്നതെന്ന് പറയാമായിരുന്നു. എങ്ങനെയായിരുന്നെങ്കിൽ ഹാബേലിന്റെ രക്തവും കർത്താവിന്റെ രക്തവും ഒരേ രീതിയിലായിരുന്നെങ്കിൽ. സാമ്യമുണ്ട്, ഇല്ലെന്നില്ല, പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണെന്നാണ് നമ്മൾ അറിയേണ്ടത്. എന്താണ് ആ വ്യത്യാസം? ഇവിടെ പറയാണ് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരം. ആ കാൾ എന്തിലാണ് ഇരിക്കുന്നതെന്ന് അറിയാമോ? എന്താണ്? കേട്ടില്ല, ഉറച്ചു പറഞ്ഞേ. പഴയ നിയമത്തിൽ രക്ഷയില്ല, പുതിയ നിയമത്തിൽ രക്ഷയുണ്ട്. അതൊക്കെ നമ്മൾ തിയോളജിക്കൽ ആസ്പെക്ട്സ്. ഇതൊന്നുമല്ല. നിങ്ങൾ വളരെ ലളിതമായിട്ട് ചിന്തിക്കൂ. നിങ്ങൾ ഈ കാട് കയറി ചിന്തിക്കേണ്ട. അതൊക്കെ വലിയ ശാസ്ത്രങ്ങൾ, അതൊക്കെ പോട്ടെ. വളരെ ലളിതമായിട്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമാണ് കർത്താവിന്റെ രക്തം എന്ന് പറയുവാൻ എന്താണ് സാമ്യം പറ. അതാവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സാമ്യം പറ. വളരെ ലളിതമായിട്ട് ചിന്തിക്കൂ. ഹാബേലിന്റെ രക്തത്തെ പറ്റി പറയുന്നത് നിഷ്കളങ്ക രക്തം എന്നാണ്. നിഷ്കളങ്കന്റെ രക്തം എന്നാണ്. കർത്താവിന്റെ രക്തവും നിഷ്കളങ്ക രക്തമാണ്. ആണല്ലോ. നീ വ്യത്യാസം പറ. വ്യത്യാസം നിങ്ങൾ പറയുവാൻ സാധിക്കത്തില്ല എന്ന് ഞാൻ അങ്ങ് ഊഹിച്ചുകൊണ്ട് ഞാൻ പറയാം. നിങ്ങൾ വെറുതെ നമുക്ക് സമയം കളയണ്ട, എൻ്റെ സമയം അവസാനിക്കാറായി. അതായത് ഹാബേലിന്റെ രക്തവും കർത്താവിന്റെ രക്തവും തമ്മിൽ വലിയൊരു അന്തരമുണ്ട്. അന്തരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹാബേലിന്റെ രക്തം ഭൂമിയിൽ നിന്ന് തന്നെ കൊന്നവനോട് പ്രതികാരം ചെയ്യണമേ എന്ന് വിളിക്കുന്ന പ്രതികാരത്തിന്റെ രക്തമാണ്.
കർത്താവിൻ്റെ രക്തം, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് വിളിച്ചോതുന്ന പ്രതികാരമില്ലായ്മയുടെ രക്തമാണ്. ഇതാണ് വ്യത്യാസം. ഈ തലത്തിലേക്ക് നമ്മുടെ ആത്മീക ഭാവമൊക്കെ മാറിയില്ല എന്നുണ്ടെങ്കിൽ ദൈവമക്കളെ, നമ്മളൊക്കെ മരിക്കാറായി. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കിക്കൊള്ളണം. നമ്മളൊക്കെ മരിക്കാറായിട്ടുണ്ട്. ഈ ബോധ്യം നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കണം. പേടിപ്പിക്കാനല്ലത്, സന്തോഷിക്കാനാണ്. ഈ ദുഷ്ടലോകത്തിൽ നിന്ന് എത്രയും വേഗം നീക്കപ്പെടുവാനുള്ള ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ ജനിക്കുന്നു എന്നുണ്ടെങ്കിൽ ക്രിസ്തു നിങ്ങളിൽ ഉരുവായിട്ടുണ്ട്. കാരണം നമുക്ക് ഇഷ്ടമുള്ള ആളുടെ അടുത്തേക്ക് പോകാനാണല്ലോ നമുക്ക് താല്പര്യം. ആദ്യമായിട്ട് യേശുവിനെ ഒരു വ്യക്തിയായിട്ട് നമുക്ക് അനുഭവപ്പെടണം. വ്യക്തി, ശക്തിയല്ല, വ്യക്തി. നമുക്കിഷ്ടമുള്ള ഒരാളുടെ അടുത്തേക്ക് പോകുവാൻ ഈ ശരീരം എനിക്ക് തടസ്സമാണെങ്കിൽ ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപിരിയുവാൻ ഞാൻ ഏറെ കാംക്ഷിക്കുന്നു എന്ന് പൗലോസ്ലീഹ പറഞ്ഞ പോലെ നമുക്കൊരു തോന്നലെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. അല്ല, മരിക്കാൻ കിടക്കുമ്പോഴും നമുക്ക് ഈ ആവലാതിയും ഭീതിയുമാണെന്നുണ്ടെങ്കിൽ വളരെയധികം സൂക്ഷിക്കണം. ഞാൻ മുംബൈയിലൊരു സ്ഥലത്ത് ഒരു ഭവന കൂദാശയ്ക്ക് പോയി. നല്ല അനുഗ്രഹപ്രദമായൊരു കൂദാശ, നല്ല നിറമുള്ളൊരു കൂദാശയായിരുന്നു. അപ്പോൾ അവിടെ ആ മുറിയിലൊരു വല്യപ്പച്ചൻ കിടപ്പുണ്ട്. ബെഡ്രിഡൻ ആണ് ടോട്ടലി. എനിക്ക് തോന്നുന്നു ഒരു 92 വയസ്സെങ്കിലും കാണും മിനിമം. ഹീസ് അബവ് 90. അപ്പോൾ എല്ലാ കൂദാശയും കഴിഞ്ഞിട്ട് വീട്ടുകാർ പറഞ്ഞു, അപ്പച്ചനകത്തുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കണം വെച്ചാ എന്ന് പറഞ്ഞു. വേറൊരു അച്ഛനും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ അകത്തേക്ക് പോയി. അപ്പോൾ അപ്പച്ചന് നല്ല ഓർമ്മയും ബുദ്ധിയുണ്ട് കേട്ടോ. എണീക്കാൻ വയ്യ, ശരീരം ശോഷിച്ച് അങ്ങേയറ്റം പറ്റി കിടക്കുകയാണ്, പക്ഷെ എല്ലാം ഓർമ്മയാണ്. അപ്പോൾ എന്താണ് ആ ഭവനത്തിൽ സംഭവിച്ചത്? വീട് കൂദാശയായിരുന്നല്ലോ, കഴിഞ്ഞോ, അച്ഛൻ എപ്പം വന്നു, വല്ല ഭക്ഷണം കഴിച്ചോ, ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. കുറച്ച് വിശേഷമൊക്കെ വന്നിട്ട് അപ്പച്ച പ്രാർത്ഥിക്കാം എന്ന് ഞാൻ പറഞ്ഞു. പ്രാർത്ഥിക്കാം. ഞാൻ തലയിലോട്ട് കൈ വയ്ക്കാൻ ഇങ്ങനെ കൈ വെച്ചപ്പോൾ അപ്പച്ചൻ്റെ ആ മെലിഞ്ഞ കൈ, ഉണങ്ങിയ കൈ എൻ്റെ കൈയുടെ ഇവിടെ പിടിച്ചിട്ട് എന്നെ മുമ്പോട്ട് വലിച്ചു, അതായത് ആഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ പറയാനുണ്ട് എന്ന് മനസ്സിലായി. ഞാനിങ്ങനെ പതിയെ കുനിഞ്ഞു. ഒരു കാര്യം പറയാനുണ്ട് അച്ഛാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മനസ്സിലായി, പറഞ്ഞു. പ്രാർത്ഥനാ വിഷയമാണോ? പ്രാർത്ഥനാ വിഷയമാണ് അച്ഛാന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷമായി. പ്രാർത്ഥനാ വിഷയം ആണല്ലോ. എൻ്റെ ചെവിയിൽ ഈ പ്രിയ അപ്പച്ചൻ മന്ത്രിക്കുകയാണ്. അപ്പച്ച, അച്ഛാ, എൻ്റെ മകനുമായിട്ട് ഞാനൊരു ഇടപാടുണ്ട്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ 3 കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഓഹരി താഴോട്ട് പോയി. അതൊന്ന് കയറ്റി വിടുവാൻ അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവമക്കളെ, അത്രയും നേരം നടത്തിയ ശുശ്രൂഷയുടെ സർവ്വകൃപയും എന്നിൽ നിന്ന് ചോന്നുപോയി. സത്യമായിട്ട് പറയുക. മരിക്കാൻ കിടക്കുമ്പോഴും ഇതാണ് ചിന്ത. ലോകത്തോട് അറ്റാച്ച്ഡ് ആണ്. അങ്ങനെയുള്ളവർക്ക് എന്തുണ്ടാവുമെന്നറിയാമോ? മരണവെപ്രാളം ഉണ്ടാവും. ഇത് ഡിറ്റാച്ച് ചെയ്യാൻ പാടാം. ഇതിനെയാണ് ഈ മരണവെപ്രാളം എന്ന് പറയുന്നത്. എന്നാൽ പൗലോസ്ലീഹ പറയുന്നു, എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ക്രിസ്തുവിൽ ഞാൻ ഛേദമെന്ന് എണ്ണുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കാൻ ഞാൻ ഏറെ കാംക്ഷിക്കുന്നു. ഈ ജഡത്തിൽ ജീവനുള്ളതിനാൽ അവൻ്റെ വേലയ്ക്ക് വല്ല ഫലവും ഈ ശരീരം കൊണ്ടുണ്ടെങ്കിൽ മാത്രം എനിക്ക് ജീവൻ ശേഷിപ്പിച്ചാൽ മതി. അതുകൊണ്ട് രണ്ടിനാലും ഞാൻ ഭാരപ്പെടുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാൻ ഞാൻ ഏറെ കാംക്ഷിക്കുന്നു. അത് അത്യുത്തമമല്ലോ. നല്ലൊരു വചനം എടുത്തോ. ഫിലിപ്പിയ ലേഖനം എടുക്ക് വേഗം എടുക്കും. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യം. ഫിലിപ്പിയ ലേഖനം
1-ാം അധ്യായം 21-ാം വാക്യം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാണ്. നിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ഇതിലേതായിരിക്കും? അതായത് ഞാനൊരു ബിസിനസ് ചെയ്യുന്നു, ഒരു ബിസിനസ് കുഴപ്പമില്ല, മറ്റേത് ലാഭം. അപ്പൊ ഏത് ബിസിനസ് ഞാൻ തിരഞ്ഞെടുക്കും? പറ. ലാഭമുള്ളത് തിരഞ്ഞെടുക്കും. ഇപ്പൊ ഇവിടെ പൗലോസ്ലീഹ പറയാണ്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്, മരിക്കുന്നത് ലാഭമാണ്. അങ്ങനെയാണെങ്കിൽ പൗലോസ്ലീഹയ്ക്ക് താല്പര്യം ഏതിനോടായിരിക്കും? മരിക്കാനാണ് താല്പര്യം. പക്ഷെ അടുത്ത വചനത്തിൽ പറയാണ്, എന്റെ ജഡത്തിൽ, വായിച്ചോ, എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ, അതായത് ഈ ശരീരം കൊണ്ട് ഞാനിപ്പോൾ ജീവിക്കുന്നതിനാൽ എന്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്നറിയുന്നില്ല. അതായത് മരണം വേണോ ജീവൻ വേണോ? കാരണം ജീവിക്കുന്നതിൽ അവന്റെ വേല കൊണ്ട്, ഈ ജീവനുള്ള ശരീരം കൊണ്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ മാത്രം എനിക്ക് ഈ ജീവൻ മതി. അതുകൊണ്ട് ഒരു സംശയം, മരിക്കണോ ജീവിക്കണോ എന്നുള്ളത്. അടുത്ത വചനം, ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. അടുത്ത വചനം, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. നമുക്ക് എന്നെങ്കിലും എപ്പോഴെങ്കിലും ചെറുതായിട്ടെങ്കിലും, വലുതായിട്ട് വരേണ്ടതാണ്, ഞാൻ ചോദിക്കുകയാണ്, ചെറുതായിട്ടെങ്കിലും എൻ്റെ കർത്താവിനെ ഒന്ന് കാണാം. പക്ഷെ നിങ്ങൾ ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയാം, അങ്ങനെ ആഗ്രഹിച്ച് ജീവിക്കുന്ന അനേക ചെറുപ്പക്കാരെ എനിക്കറിയാം. ഞാൻ ഈ മദ്ബയുടെ മുമ്പിൽ നിന്ന് പറയാം, എൻ്റെ അച്ഛാ, എനിക്ക് എൻ്റെ കർത്താവിനെ ഒന്ന് കണ്ടാൽ ഈ നാട്ടിലുണ്ട്, വെളിയിലുമുണ്ട്. വെളിയിലാണ് കൂടുതൽ. എൻ്റെ കർത്താവിനെ കണ്ടാൽ മതി അച്ഛാ, എനിക്ക് ഇവിടെ ഈ ലോകം എനിക്ക് പറ്റുന്നില്ല അച്ഛാ, പറ്റുന്നില്ല. നല്ല ഒന്നാം തരം കുടുംബത്തിൽ ജീവിച്ചു. ഈ ഇടയ്ക്കും മൈലപ്ര ആശ്രമത്തിൽ വന്ന് ഒരു 40 വയസ്സുള്ള ചെറുപ്പക്കാരൻ താമസിച്ചു. ബോംബെയിൽ നിന്ന് വന്നതാണ്. 17 കോടിയാണ് അവൻ്റെ ആസ്തി, അവൻ്റെ മാത്രം. അവൻ്റെ അപ്പനപ്പം എന്തുമാത്രം ആസ്തിയുണ്ടോ നിങ്ങൾ ആലോചിച്ചോളൂ. അവൻ്റെ പോക്കറ്റിലുണ്ട്, അതായത് അവൻ്റെ ബാങ്കിൽ അത്രയും രൂപ കിടപ്പുണ്ട്. ന്യൂസിലൻഡിൽ ജോലിയായിരുന്നു. എപ്പോഴോ എവിടെയോ നമ്മൾ വിചാരിക്കും ഇതൊക്കെ അബദ്ധവും ഭ്രാന്തുമാണെന്ന് വിചാരിക്കും. അവൻ ഈ ജോലി ഉപേക്ഷിച്ച് കയ്യിലുണ്ടായിരുന്ന മുഴുവൻ സ്വത്തും 5 പൈസയില്ല ഇപ്പം കയ്യിൽ, പാവങ്ങൾക്ക് കൊടുത്തിട്ട് അവൻ ദൈവത്തിൻ്റെ അന്വേഷിയായിട്ട് മാറി. ഓർത്തഡോക്സുകാരൻ. പള്ളി പറയുന്നില്ല, അല്ല നിങ്ങൾ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കും. അവൻ സൈലൻസിലേക്ക് പോയി, മൗനതയിലേക്ക് പോയി. ഈ ആത്മാവിന് തമ്മിൽ വ്യാപാരങ്ങളുണ്ട്, നിങ്ങൾക്കതറിയാമോ? ഒരേ ആത്മാക്കൾ തമ്മിൽ പരസ്പരം വ്യാപരിക്കും. അവന് എങ്ങനെയോ മൗനിയായിട്ടുള്ള ഒരു റംബാച്ചൻ കബറടങ്ങിയിരിക്കുന്ന ഒരു സ്ഥലം അവൻ്റെ ബോധത്തിൽപ്പെട്ടിട്ട് അവൻ അന്വേഷിച്ചു വന്നിരിക്കുകയാണ്. 3 ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 3 ദിവസം ആരോടും മിണ്ടത്തില്ല. മിണ്ടുന്നതൊക്കെ വളരെ വളരെ ശബ്ദം കുറച്ച്. ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ ദൈവികമായ വേദോസ്തവത്തിലെ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും നമുക്ക് അത്ഭുതകരമായിട്ട് തോന്നും. ചില വാക്കുകൾ അവൻ ശബ്ദമില്ലാതെ ചുണ്ടനക്കത്തേ ഉള്ളൂ. കാരണം പിശാച് കേൾക്കരുത് ആ വാക്ക്, അതാണ് ഉദ്ദേശം. ഞാൻ പറഞ്ഞ അത്രയ്ക്ക് സൂക്ഷ്മമായി ജീവിതം നയിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഫോണില്ല. അവൻ എന്നെ ഉപദേശിച്ച ഒരു കാര്യമാണ്. അവൻ എന്നെ ഉപദേശിച്ചു, അച്ഛാ, സ്ക്രീൻ ടൈമിംഗ് നമ്മുടെ കൃപയെ ചോർത്തിക്കളയും. സത്യമാണ്. സ്ക്രീൻ ടൈമിംഗ് പിശാച് ഇപ്പോൾ കൊണ്ടുവന്ന് വയ്ക്കുന്ന ഓരോ പൈശാചിക പഴുതുകൾ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നുണ്ട്. വേദപുസ്തകം വായിക്കുവാൻ നമുക്ക് തോന്നാത്തത് എന്തുകൊണ്ടാണ്? ആ സമയം പക്ഷേ മൊബൈലിൽ നമുക്ക് റീൽസ് കാണാനുള്ള ആഗ്രഹം വരുന്നുണ്ട്. അത് ശരീരത്തിൻ്റെ ഒരു താല്പര്യം പിശാച് വർദ്ധിപ്പിച്ചു തരും. പ്രാർത്ഥന ഇങ്ങോട്ട് കഴിഞ്ഞ് ഉടനെ ഇങ്ങോട്ട് വന്നിട്ട് മൊബൈൽ എടുത്ത് വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ അത്രയും നേരം പ്രാർത്ഥിച്ച കൃപ പകുതിയും ഒഴുകിപ്പോവും, നിൽക്കത്തില്ല. നമ്മൾ ഓട്ടയിട്ട് കൊടുക്കരുത്. എല്ലാ പഴുതലും അടച്ചിട്ട് വേണം നമ്മൾ ലോക വ്യാപാരങ്ങൾ ഇടപെടാൻ. അത്രയ്ക്ക് സൂക്ഷ്മമായിട്ട് ജീവിക്കണം. ഞാനൊരു ആളുടെ കാര്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ.
വിദേശ രാജ്യങ്ങളിൽ എനിക്ക് ഒരുപാട് ചെറുപ്പക്കാരെ അറിയാം. അവരുടെയൊക്കെ മുമ്പിൽ ഞാൻ ലജ്ജിതനാകുകയാണ്. എങ്ങനെയാണ്? എൻ്റെ ഉള്ളിൽ അത്രയും ആഗ്രഹമില്ലല്ലോ. ആ ആഗ്രഹം പറഞ്ഞു. അപ്പൊ ഈ ലോകത്തോട് നമുക്ക് ഡിറ്റാച്ച്മെന്റ് ബൈ ഡീഫോൾട്ട് വന്നു തുടങ്ങും. മരിക്കുന്ന സമയത്ത് എങ്ങനെയും അങ്ങ് പോയാൽ മതി എന്നാകും. പക്ഷെ ഇവിടെ നമുക്ക് സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ്. നമുക്ക് ഈ ലോകത്തോട് ഭയങ്കര അറ്റാച്ച്മെന്റാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ സ്വത്ത്, നമ്മുടെ മറ്റ് വ്യാപാരങ്ങൾ, മേഖലകൾ, ബിസിനസ്, ശരീരം. അപ്പോൾ ശരീരത്തിലാണ് പിശാചിന്റെ ശ്രദ്ധ. ബോഡി ബിൽഡിംഗ്, ടാറ്റൂയിങ്. കുഞ്ഞുങ്ങളെല്ലാം പോയി ശരീരത്തിൽ അടയാളം രേഖപ്പെടുത്തുക. ഗലാത്യർ 6 അവസാനത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഞാൻ ക്രിസ്തുവിന്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. അതിന് പകരം ചുമ്മാ കൊണ്ടുവന്ന് ഓരോ സാധനങ്ങളിൽ ഇപ്പൊ നമ്മൾ ക്രിസ്ത്യാനികൾ കുരിശാണ്. എന്തിനാണ് ഈ ചെയ്യുന്നത്? കുരിശ് വഹിക്കേണ്ടത് നിന്റെ ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ ആ വാക്യം കണ്ടോ? എത്രാമത്തെ വാക്യാണ്? ഞാൻ യേശുവിന്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. എത്രാം വാക്യാണ്? 17. ദൈവമക്കളെ, പിശാച് ബന്ധിച്ചിട്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ്. സ്ക്രീനിൽ കൂടി, നോട്ടത്തിൽ കൂടി നമ്മളുടെ സർവകൃപകളെയും ചോർത്തിക്കളയുവാൻ തക്കമുള്ള അശുദ്ധി നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പെട്ടി സാധനത്തിന് ഉണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒറ്റ വചനം വായിച്ച് അവസാനിപ്പിക്കുകയാണ്. യെശയ്യാവിന്റെ പുസ്തകം 33:15. നമ്മൾ 30:15 വായിച്ചത്. 33:15. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നറിയാമോ? ഈ മഹത്വം, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, മഹത്വമില്ലേ, ദൈവമഹത്വം, അതിനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മേലുണ്ട്. പക്ഷെ ഈ മഹത്വം മുഴുവൻ ചോർന്നു പോവാണ്. നമ്മളെ കാണുമ്പോൾ കർത്താവിനെ കാണുന്നില്ലാരും. 33:15 നീതിയായി നടന്ന് നേർ പറയുകയും ഓരോന്നും ശ്രദ്ധിച്ചോട്ടെ. നീതിയായി നടന്ന് നേർ പറയുകയും പീഡനത്താലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും രക്തപാതകത്തെ കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി പൊത്തിക്കളയുകയും. അടുത്ത ശ്രദ്ധിച്ചോണം. ദോഷം കണ്ട് രസിക്കാതെ വണ്ണം കണ്ണ് പൊത്തിക്കളയുകയും ചെയ്യുന്നവൻ, ഇങ്ങനെയുള്ളവൻ ഉന്നതങ്ങളിൽ വസിക്കും. പാറക്കോട്ടുകൾ അവൻ അഭയകേന്ദ്രമായിരിക്കും. അവൻ അപ്പം മുടങ്ങിയില്ല, അവന് വെള്ളം മുട്ടിപ്പോവുകയില്ല. ദോഷം കണ്ട് രസിക്കാതെ വണ്ണം കണ്ണ്. ഇതിലേക്കാണ് ഇപ്പോൾ പിശാചിന്റെ മുഴുവൻ ശ്രദ്ധയും നമ്മുടെ പിള്ളേരെല്ലാം താഴെ വീണു പോയിരിക്കുന്നത്. പണ്ടൊക്കെ ആണുങ്ങൾക്കായിരുന്നു ഈ പ്രവണത കൂടുതൽ. ഞാൻ പച്ചയ്ക്ക് തുറന്നു പറയാം, ഇന്നൊരു 3/4% യുവാക്കളും പോണോഗ്രഫിക്ക് അഡിക്റ്റാണ്. മനസ്സിലായി ഞാൻ പറഞ്ഞത്? പോണോഗ്രഫി, അതായത് അശ്ലീല ചിത്രങ്ങളും സിനിമകളും വീഡിയോകളും കാണുന്നതിൽ അഡിക്റ്റാണ്. ചുമ്മാ ഒന്ന് കണ്ടിട്ട് അറിയാതെ പറ്റിപ്പോയി എന്നുള്ളതല്ല, ഇത് കാണാതിരിക്കാൻ പറ്റുന്നില്ല. ക്യാപ്റ്റിവേറ്റഡ് ആയിപ്പോയി. ഭീകരമെന്ന് പറയട്ടെ, ഇപ്പോൾ പെൺകുട്ടികളാണ് ഇത് കൂടുതൽ. അവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കണക്കുണ്ട് എൻ്റെ കയ്യിൽ, വേണമെങ്കിൽ അവിടെ വരുന്നവരുടെ. അവർക്ക് ഇച്ചിരി പശ്ചാത്താപബോധം തോന്നി വരുന്നതാണ്, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ എന്നുള്ളത്. ജീവന്റെ വചനം കർത്താവ് കയറാതെ ഒന്നും നടക്കത്തില്ല. ഞാൻ എത്ര ഉപദേശിച്ചാലും നടക്കത്തില്ല, നിങ്ങൾ എത്ര കുർബാന ഉണ്ടാലും നടക്കത്തില്ല. കുർബാന കൊള്ളേണ്ടത് കൊള്ളേണ്ട പോലെ കൊള്ളണം. അത് കുർബാന വന്ന് നമ്മളെ കൊള്ളണം, അതുപോലെ കൊള്ളണം. അല്ല കുർബാന കൊണ്ടുവച്ച് പഴയതിനേക്കാളിൽ വൃത്തികേടായിട്ടാണ് നമ്മുടെ സ്വഭാവമെങ്കിൽ എന്തിനാണ് നീ കുർബാന കൊള്ളുന്നത്? അത് നിനക്ക് ശാപമായി തീരും. അങ്ങനല്ലേ പടിഞ്ഞാട്ട് എഴുന്നള്ളിച്ചു വരുമ്പോൾ പറയുന്നത്, ഇത് ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ ആയിത്തീരരുതേ. അതുകൊണ്ട് നമ്മുടെ പെരുന്നാളുകൾ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, പെരുന്നാളുകൾ, ആരാധനകൾ, പ്രാർത്ഥനകൾ കർത്താവിനെ എയിം ചെയ്ത് വേണം എല്ലാം. അല്ലാതെ പള്ളിയുടെ പ്രൗഢി കാണിക്കാനോ അല്ലെങ്കിൽ നമ്മളുടെ മഹത്വം വിളമ്പിവിടാനോ ഒന്നും ആയിരിക്കരുത്. കർത്താവിനെ മെയിൻ സെൻട്രൽ തീം എൻ്റെ കർത്താവ്.
അവനെ പ്രൊജക്റ്റ് ചെയ്യണം. അത് എവിടെയാണ് തുടങ്ങേണ്ടത്? എന്നിലാണ് തുടങ്ങുന്നത്. അപ്പോൾ എന്നിലെ 4 പേർ കൂടുമ്പോൾ, ഞാനും നീയും എല്ലാം കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ ഒരു വലിയ കർത്താവിനെ ഈ ദേശത്തിന് പ്രൊജക്റ്റ് ചെയ്യുവാൻ ഈ ദേവാലയത്തിന് സാധിക്കും. ദേവാലയം വിളിച്ചു പറയും, ദൈവം നമ്മോട് കൂടെ, എൻ്റെ കൂടെ, നിന്റെ കൂടെ. അങ്ങനെ ആയിത്തീരട്ടെ പെരുന്നാളുകൾ. ഇതൊരു ഒരുക്ക ധ്യാനമാണ്. നിങ്ങൾ ഇത്രയും പേര് മതി. അബ്രഹാം പറഞ്ഞു, കർത്താവേ 50 പേരില്ല, 40 പേര് മതിയോ? മതി. 40 പേരില്ല, 30? 30 ഇല്ലല്ലോ കർത്താവേ. 20? 20 ഇല്ല. 10 ഇല്ല കർത്താവേ. 5 പേരെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമോ? മതിയടാവേ, 5 പേര് മതി. 5 പേര് മതിയെന്ന്. നിങ്ങൾ ഇത്രയും പേര് മതി. ഈ ദേവാലയത്തിൽ ഇതിൽ കൂടുതൽ ആൾക്കാർക്ക് ഒരുങ്ങാനുള്ള അവസരം, കർത്താവിൻ്റെ കാൽപാദത്തിൽ ഇരുന്ന് കേൾക്കുവാനുള്ള അവസരം ഉണ്ടായിരുന്നു. വിളിക്കപ്പെട്ടവർ നിങ്ങളാണ്. നിങ്ങൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഈ അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ എല്ലാ ദിവസവും 2 പേരുടെയും ഇവിടെ വരുന്ന വികാരിമാരുടെ പേര് നിങ്ങൾ എഴുതി വയ്ക്കണം. തമാശയായിട്ട് എടുക്കരുത്. സഭയിൽ പുരോഹിതന്മാർ വീണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ജനത്തിൻ്റെയും കൂടെ പ്രാർത്ഥനയില്ല. അതുകൊണ്ട് അതിനകത്ത് വീണ് കഴിഞ്ഞ് നമ്മളിത് ആഘോഷിക്കുന്നതിനേക്കാളിൽ, കർത്താവേ ഞങ്ങളുടെ പുരോഹിതന്മാരെ നീ കാത്തുള്ളണേ. പിശാചിനറിയാം പുരോഹിതന്റെ പവർ, പുരോഹിതനറിയത്തില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഇവൻ പുരോഹിതനെ അടിച്ചിടും. ആദ്യം അടിച്ചിട്ട് കഴിഞ്ഞാൽ പള്ളി വീഴും. പള്ളി വീണാൽ സഭ വീഴും. ഇത് ഇവൻ അറിയാൻ പറ്റാത്തത് നമുക്കും നിങ്ങൾക്കുമൊക്കെ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പെരുന്നാളിൻ്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടി, പരിശുദ്ധാത്മാവിൽ ഇത് ആഘോഷിക്കുവാൻ വേണ്ടി, നീതിയായി നടക്കാൻ, നേർ പറയുവാൻ, പീഡനത്താൽ ആദായം വെറുക്കുവാൻ, കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുവാൻ, രക്തപാതകത്തെക്കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി പൊത്തിക്കളയുവാൻ, ദോഷം കണ്ട് രസിക്കാതെ വണ്ണം കണ്ണ് പൊത്തിയിരിക്കുവാൻ ഉള്ള ശക്തി. ഇതിന് ശക്തി വേണം. ശക്തി വില കൊടുക്കണം. രാവിലെയും വൈകിട്ടും ഇരിക്കണം. വിലയാണത്. വില. ഉപവസിക്കണം. വില കൊടുക്കലാണ്. വെളുപ്പിനെ ദേവാലയത്തിൽ വരുന്നത് നമ്മൾ വില കൊടുക്കുകയാണത്. കാരണം അത് ശരീരം സമ്മതിക്കത്തില്ല. ഇതിനൊന്നും ശരീരത്തെ തോൽപ്പിച്ച് വില കൊടുത്ത് നമ്മൾ ദൈവീക കാര്യങ്ങളെ അനുഷ്ഠിച്ചാൽ ശക്തി വരും. ശക്തി വന്നാൽ പിശാചിന് നിന്നോട് എതിർത്ത് നിൽക്കുവാൻ സാധ്യമാകില്ല. നിന്റെ മുമ്പിൽ യഹോവ നിനക്ക് മുമ്പടയും പിമ്പടയുമായിരിക്കും. നിന്റെ ഓടാമ്പൽ ഇരുമ്പും താമ്രമായിരിക്കട്ടെ. നിന്റെ ബലമായസോളം നിലനിൽക്കട്ടെ. യേശുരോനെ, നിന്റെ ദൈവത്തെ പോലെ മറ്റൊരുത്തിനുമില്ല. അവൻ നിന്റെ സഹായത്തിനായി ആകാശത്തും കൂടി തന്റെ മഹിമയോടെ മേഘാരുടനായി എഴുന്നള്ളുന്നു. പുരാതനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. യഹോവ ഒരു മഹാവീരനായി നിന്റെ കൂടെ നടക്കുന്നു. അവൻ നിന്റെ വലത്ത് ഭാഗത്തും ഇടത്ത് ഭാഗത്തും നിൽക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ മേലും കീഴേയും മുമ്പിലും പുറകിലും ഇടത്തും വലത്തും നല്ല ഒന്നാം തരം കോട്ട. ഒറ്റ കാര്യമേ ഉള്ളൂ, വിശുദ്ധരായി നടക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ നല്ല സന്ദർഭം അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് പെരുന്നാളിന് എല്ലാവിധ ആശംസകളും ദൈവിക അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകളെ നിർത്തും.